السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصم، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر، ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹപ്രവർത്തകരെ, സ്നേഹനിധികളായ സത്യവിശ്വാസിനികളെ, ഏകനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ച് അനുസരിച്ച് സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ് തുടക്കത്തിൽ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും, നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും നിങ്ങളേവരെയും തുടക്കത്തിൽ ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ സായം സന്ധ്യയിൽ അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുവാനും അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കുവാനും അവൻ ഇഷ്ടമുള്ള സദസ്സിൽ ഇരിക്കുവാനും അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും പഠിക്കുവാനും നമുക്കേവർക്കും സന്മനസ് നൽകി. അതിന് അല്ലാഹുവോട് നമുക്ക് അകമഴിഞ്ഞ് നന്ദി പറയാം. അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ. ദുനിയാവിൻ്റെ ഭൂരിപക്ഷവും നശിച്ചു പോകുന്ന വഞ്ചനാത്മകമായ ഈ ലോകത്തിൻ്റെ പിന്നാലെ വെറുപിടിച്ച ചെന്നായ്ക്കളെ പോലെ തിമിരം ബാധിച്ച കണ്ണുകളും ഭ്രമം ബാധിച്ച തലച്ചോറുമായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ സ്മരിക്കാനും
സ്മൃതിപഥത്തിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയെ തള്ളിക്കളയാതിരിക്കാനും അവർ നമുക്ക് തൗഫീഖ് നൽകി എന്നത് വലിയ ഭാഗ്യമാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും ദിവസങ്ങൾക്കകം പരിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് കടന്നു വരാൻ പോകുകയാണ്. റമദാൻ മാസം കടന്നു വരുമ്പോൾ വിശ്വാസികൾ മാനസികമായി പല വിഭാഗക്കാരായി ചെയ്യും. സൈക്കോളജിക്കലി റമദാൻ മാസം വരുമ്പോൾ വിശ്വാസികൾ പല വിഭാഗക്കാരായിരിക്കും. അതിലൊന്നാമത്തെ വിഭാഗം അവർ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവരാണ്, ആത്മാർത്ഥമായി ആഹ്ലാദിക്കുന്നവരാണ്. അവർക്ക് റമദാൻ മാസത്തിന് ഏതാനും ദിവസങ്ങൾ ബാക്കിയുണ്ടാകുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു വ്യഗ്രതയാണ്, ഒരു ത്വരയാണ്, ഒരു ധൃതിയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് റമദാൻ മാസം വന്നിരുന്നെങ്കിൽ. അവർക്ക് റമദാൻ മാസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്, ഒരു ആനന്ദമാണ്, ഒരു ഉൾപ്പുളകമാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ വെളിച്ചം മനസ്സിൽ അനുഗ്രഹിച്ച് നൽകിയ ആളുകളാണ്. വേറൊരു വിഭാഗമുണ്ട്. ആ ആളുകൾ മുസ്ലിങ്ങളാണ്, മുസ്ലിം നാമധാരിയാണ്, ചിലപ്പോൾ 5 വഖ്ത് നമസ്കരിക്കുന്ന ആളായിരിക്കും, റമദാനിന് 30 ദിവസവും നോമ്പെടുക്കുന്ന ആളുമായിരിക്കും. എന്നാലും റമദാൻ മാസം വരുന്നു എന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയോ ഒരു അസ്വസ്ഥത, ഒരു വല്ലായിക, ഒരു വിശദീകരിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ഫീലിംഗ്. അങ്ങനെയുള്ള ചില വിഭാഗങ്ങളുണ്ട്. അവർക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് അസ്വസ്ഥത, എന്തുകൊണ്ടാണ് ഈ റമദാൻ മാസത്തെ സ്വീകരിക്കാൻ എന്റെ മനസ്സ് പൂർണ്ണമായി തയ്യാറാകാത്തത്. മൂന്നാമത് വേറെ വിഭാഗമുണ്ട്. അവര് കാനേശകുമാരി കണക്കിൽ മാത്രം മുസ്ലിങ്ങളായുള്ളവരാണ്. അവർക്ക് റമദാൻ വന്നാലും ഇല്ല, വന്നില്ലെങ്കിലും ഇല്ല, അവര് നോമ്പെടുക്കാത്തവരാണ്. റമദാൻ മാസം പട്ടാപ്പകല് ഷഹാദത്ത് നെഞ്ചേറ്റിയ മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ നിന്ന് നല്ലവണ്ണം തിന്നാൻ, മൂക്കുമുട്ട തിന്നാൻ ഒരു മടിയും ഇല്ലാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ. ഇങ്ങനെ വിശ്വാസികളിൽ തന്നെ പരിശുദ്ധ റമദാൻ മാസം വരുമ്പോൾ അവരുടെ ഈമാനിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് പല വിഭാഗക്കാരായി മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ആദ്യം പറഞ്ഞ വിഭാഗമായ അറിഞ്ഞോ അറിയാതെയോ ഹൃദയത്തിൽ ആഹ്ലാദം കൊള്ളുന്ന, സന്തോഷം കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ റമദാനിനെ സ്വമനസ്സാലെ സന്മനസ്സാലെ 2 കൈകളും നീട്ടി സ്വീകരിച്ച് ആ റമദാൻ വിട പറയുന്നത് വരെ ആ പരിശുദ്ധ റമദാനിൽ നീ ഒളിപ്പിച്ചു വെച്ച സകലമാന നന്മകളും നേടിയെടുത്ത് ആ റമദാനിനെ കണ്ണുനീരോടുകൂടി വിട നൽകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളേവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. നിന്റെ റഹ്മത്തും നിന്റെ മഗ്ഫിറത്തും നിന്റെ പാപമോചനവും ഞങ്ങളിലേക്ക് നീ ചൊരിയണേ അല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം അതിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? കുളിച്ച് വസ്ത്രമൊക്കെ മാറി, പള്ളിക്ക് പെയിന്റ് അടിച്ച്, വീടിന് പെയിന്റ് അടിച്ച്, അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കി, അങ്ങനെയാണോ? അതൊക്കെ നല്ലതാണ്. റമദാൻ മാസം വരുമ്പോൾ പള്ളി വൃത്തിയാക്കുക, വീട് വൃത്തിയാക്കുക, ആ റമദാൻ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുക, എല്ലാം നല്ലത് തന്നെ. പക്ഷേ പ്രഥമമായി ഒരു മുസ്ലിം പരിശുദ്ധ റമദാൻ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് അവന്റെ ഉള്ളം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അവന്റെ ഉള്ളം എങ്ങനെയാണ് അവന്റെ ഉള്ളം ശുദ്ധീകരിക്കുക? മനുഷ്യന്റെ ഹൃദയം കറപിടിച്ചതാണ് പല ആളുകളുടെയും. ഒരു തിന്മ ചെയ്യുമ്പോൾ അതിലൊരു കറുത്ത കുത്തു വീഴുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോക്കുകൊണ്ടും വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും നടത്തം കൊണ്ടും പിടുത്തം കൊണ്ടും മനുഷ്യൻ തിന്മകൾ നാനാ ജീവിതത്തിന്റെ തുടകളിലും ചെയ്യുമ്പോൾ ആ ഹൃദയം കറുത്തിരുണ്ടു പോകുന്നു. ഒരു പക്ഷേ നമ്മളൊക്കെ കറുത്ത ഹൃദയങ്ങളുള്ള ആളുകളായേക്കാം. പാപം കൊണ്ട് മുഖരിതമായ അള്ളാഹുവിന്റെ സവിധത്തിൽ യാതൊരു തരത്തിലുള്ള സ്ഥാനവുമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളായിരിക്കാം നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധിയാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എങ്ങനെയാണ് നാം നമ്മുടെ ഉള്ളം ശുദ്ധിയാക്കേണ്ടത്? പാപം കൊണ്ട് കറപിടിച്ച ഹൃദയമാണെങ്കിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. ചെയ്തു പോയ തെറ്റുകൾ മുഴുവൻ അള്ളാഹുവിനോട് ഏറ്റുപറയണം. എന്നിട്ട് റബ്ബിന്റെ മുന്നിൽ പ്രതിജ്ഞയെടുക്കണം. അല്ലാഹ്, ചെയ്തു പോയ തെറ്റുകൾ ഞാനിതാ നിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞിരിക്കുന്നു റബ്ബേ, ഇനി ആ തെറ്റെന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അല്ലാഹ് എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയണം. സഹോദരങ്ങളെ, ഇനി പറയാൻ പോകുന്ന 2-3 സംഗതികൾ കേവലം കേട്ട് വലത് ചെവിയിലെ കേട്ട് ഇടത് ചെവിയിലെ വിട്ടുകളയാനുള്ളതല്ല. മറിച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളിൽ ഓരോരുത്തരും, നിങ്ങളോട് വ്യക്തിപരമായ, ഞാനോട് സദസ്സിലോടല്ല സംസാരിക്കുന്നത്,
ഒരു സദസ്സിനോടല്ല സംസാരിക്കുന്നത്, ഓരോ വ്യക്തിയോടുമാണ് സംസാരിക്കുന്നത്. ആ വ്യക്തിയോടുള്ള സംസാരം അതിൻ്റെതായ നിലയിൽ തന്നെ നിങ്ങൾ എടുക്കുകയും മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും വേണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ 2 റക്അത്ത് നിങ്ങൾ നമസ്കരിക്കണം. എന്തിന്റെ നമസ്കാരമാണ്? സ്വലാത്തു തൗബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്. അടിമക്ക് ഉടമയോട് പശ്ചാത്താപം തോന്നുമ്പോൾ ചെയ്തു പോയ തെറ്റുകൾ ബോധ്യപ്പെടുന്ന സമയത്ത് നമസ്കരിക്കേണ്ട 2 റക്അത്ത് നമസ്കാരമാണ് സ്വലാത്തു തൗബ. ഇന്ന് തന്നെ റമദാൻ വരാൻ ഏകദേശം ദിവസങ്ങൾ മാത്രം, വാക്കുകളിൽ പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ സമയത്ത് ഇന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ 2 റക്അത്ത് സ്വലാത്തു തൗബ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുക. അതിന്റെ സുജൂദിൽ അല്ലാഹുവിനെ ഓർച്ചുകൊണ്ട്, റബ്ബിനെ ഓർച്ചുകൊണ്ട്, അവന് നന്ദി പറഞ്ഞ്, അവന് ഹംദ് ചെയ്ത് സലാം വിട്ടിക്കഴിഞ്ഞാൽ കരങ്ങൾ ഉയർത്തുക. എന്നിട്ട് റബ്ബിനോട് പറയുക, നാഥ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും രാവും പകലും ഒരുപാട് തെറ്റുകൾ, ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണ് റബ്ബേ ഞാൻ. അല്ലാഹുവേ, ഇപ്പൊ ഞാൻ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് മാപ്പ് ചോദിക്കാനാണ്, മാപ്പ് ചോദിക്കാനാണ്, നിന്റെ മഗ്ഫിറത്ത് ചോദിക്കാനാണ്. അല്ലാഹുവേ, നിന്റെ ഇസ്സത്തിന്റെ വാതിലിൽ തൊട്ടുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്നെ ആട്ടിയകറ്റരുതേ അല്ലാ. ഖനിയായ റബ്ബേ, ഫഖീറായ ഈ അടിമയെ നീ ആട്ടിയകറ്റരുതേ അല്ലാ എന്ന് അല്ലാഹുവിന്റെ മുന്നിൽ ചോദിക്കുക. സഹോദരങ്ങളെ, അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ഹൃദയത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന്. ആത്മാർത്ഥത നല്ലവണ്ണമുള്ള ആളുകളാണെങ്കിൽ അറിയാതെ നിങ്ങളുടെ വാക്കുകളെ അകമ്പടി സേവിക്കാൻ നയനങ്ങളിൽ നിന്ന് കണ്ണുനീരിന്റെ തുള്ളികൾ അറിയാതെ ഒറ്റു വീഴും. ഒരൊറ്റ തുള്ളി കണ്ണുനീര്, ഒരൊറ്റ തുള്ളി കണ്ണുനീര് വീഴ്ത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ ആ സ്വലാത്തു തൗബക്ക് ശേഷം റമദാൻ മാസം നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഈ വല്ലാത്ത മുഹൂർത്തത്തിന്റെ സന്ദർഭത്തിൽ ഒരു തുള്ളി കണ്ണുനീരിന്റെ അകമ്പടിയോടെ അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റു പറയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അർശിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം ഈ ലോകം മുഴുവൻ നേടുന്നതിനേക്കാൾ പുണ്യമാണ്. ഈ ലോകത്തിലുള്ള സകല ആളുകളും നിങ്ങൾക്ക് അനുമോദനത്തിന്റെയും പ്രശംസയുടെയും അഭിനന്ദനത്തിന്റെയും പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നതിനേക്കാൾ എത്രയോ പുണ്യമാണ്. ഇനി കണ്ണ് നിറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണം, എന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് പശ്ചാത്താപത്തിന്റെ യഥാർത്ഥ വേദന കടന്നിട്ടില്ല, ഊർന്നിറങ്ങിയിട്ടില്ല. പശ്ചാത്താപത്തിന്റെ യഥാർത്ഥ വേദന മനുഷ്യ ഹൃദയത്തിന്റെ അകത്തലങ്ങളിലേക്ക് ഊർന്നിറങ്ങിയാൽ സഹോദരങ്ങളെ, മനുഷ്യൻ അടിമുടി മാറും. എന്തും ചെയ്യാൻ അവൻ തയ്യാറാകും, എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ അവൻ തയ്യാറാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സദസ്സിലിരുന്ന് ദീനിയായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മദീനയിലെ ഉന്നത ഗോത്രത്തിൽപ്പെട്ട ഗാമിദിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാനൊരു നിമിഷം അല്ലാഹുവിനെ മറന്നുപോയി, ഞാനൊരു നിമിഷം അങ്ങയെ മറന്നുപോയി. യാ റസൂലല്ലാഹ്, പിശാചിന്റെ പ്രലോഭനവും ശരീരത്തിന്റെ ഇച്ഛയും ഒരുമിച്ച് വന്നപ്പോ ഞാൻ അറിയാതെ വ്യഭിചരിച്ചു പോയി. അതുകൊണ്ട് അതിന്റെ ശിക്ഷ എനിക്ക് വേണം, എന്നെ എറിഞ്ഞു കൊല്ലണം. ആളുകളുടെ മുന്നിൽ വെച്ച് എന്റെ കഴുത്തറ്റം മണ്ണ് മൂടിക്കൊണ്ട് എന്റെ ശിരസിലേക്ക് കല്ലുകൾ എറിഞ്ഞുകൊണ്ട് എന്നെ കൊല്ലണം പ്രവാചകരെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് വന്നു. പ്രവാചകൻ മൈൻഡ് ചെയ്തില്ല, പ്രവാചകൻ തിരിഞ്ഞു നോക്കിയില്ല. നിരാശയോടുകൂടി ഗാമിദിയ തിരിച്ചു പോകുകയാണ്. 2ാമത്തെ ദിവസവും വന്നു. യാ റസൂലല്ലാഹ്, വ്യഭിചാരിണിയാണ് ഞാൻ, എനിക്ക് മോചനം വേണം, എന്റെ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് മോചനം വേണം. എന്താണ് ഞാൻ അതിന് ചെയ്യേണ്ടത്? താങ്കൾ ഇതിനൊരു പരിഹാരം പറഞ്ഞു തന്നിട്ടില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ആ നീ പിന്നെയും വന്നോ? എന്താ കാര്യം? പെണ്ണ് പറഞ്ഞു, റസൂലല്ലാഹ്, വ്യഭിചരിച്ചിട്ടാണ് ഞാൻ വരുന്നത്, ഞാൻ പാപം ചെയ്തിട്ടാണ് വരുന്നത്, അതുകൊണ്ട് എന്നെ ശിക്ഷിച്ചാലും. റസൂല് പറഞ്ഞു, സാക്ഷികളെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല റസൂലേ, ആരും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. 4 മതിൽ കെട്ടുകൾക്കുള്ളിൽ ആരോരുടെയും കണ്ണിൽപ്പെടാതെ രഹസ്യമായാണ് ചെയ്തത്. പക്ഷേ 7 ആകാശങ്ങൾക്ക് മുകളിൽ വെച്ച് ഒരുത്തൻ എന്നെ കണ്ടിട്ടുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് റസൂലേ, എന്നെ ശിക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പൊ ശിക്ഷിക്കാൻ കഴിയില്ല. അതെന്താ റസൂലേ ഇപ്പൊ ശിക്ഷിക്കാൻ കഴിയാത്ത? നിന്റെ വയറ്റിൽ ഒരു ജീവന്റെ നാമ്പ് വളരുന്നുണ്ട്, ആ കുഞ്ഞെന്ത് തെറ്റാണ് ചെയ്തത്? അതുകൊണ്ട് നീ മടങ്ങിപ്പോകുക. ആ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് സഹോദരങ്ങളെ മാസങ്ങൾ കഴിഞ്ഞു. റസൂലുള്ളാഹിന്റെ കൽപ്പന പ്രകാരം അപ്പൊ ശിക്ഷ നടപ്പാക്കാതെ മടങ്ങിപ്പോയ ആ പെണ്ണ് മാസങ്ങൾക്ക് ശേഷം തന്റെ കൈകളിൽ ചോര പൈതലുമായി റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് വരികയാണ്. ഒരു മനുഷ്യന്റെ മനസ്സിനെ പശ്ചാത്താപം മതിച്ചാൽ ഉണ്ടാകുന്ന മാറ്റമാണ്. മാസങ്ങളുടെ
മാസങ്ങളുടെ ദൈർഘ്യത്തിന് ആ പെണ്ണിന്റെ മനസ്സിൽ നിന്ന് പശ്ചാത്താപത്തിന്റെ വേദന എടുത്തു കളയാൻ കഴിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ആ പെണ്ണ് പറയാണ്, റസൂലേ, ഇതാ ഞാൻ ജന്മം നൽകി, ഞാൻ നൊന്തുപെറ്റ് എന്റെ ചോര പൈതലാണിത്, അതുകൊണ്ട് എന്റെ ശിക്ഷ നടപ്പാക്കിയാലും. റസൂലുള്ള പറഞ്ഞു, സമയമായിട്ടില്ല. കാരണം നിന്റെ മാറിടത്തിൽ നിന്ന് ജന്യം നുകരേണ്ട സമയമാണ് ആ കുഞ്ഞിന്, അതല്ലാതെ മറ്റൊരു ഭക്ഷണവും അതിന് ഭൂഷണമല്ല. അതുകൊണ്ട് നീ തിരിച്ചു പോകുക, എന്നിട്ട് ആ കുഞ്ഞിന് പാല് കൊടുക്കുക. ആ പെണ്ണ് വീണ്ടും തിരിച്ചുപോയി. മാസങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നു. റസൂലുള്ളാഹിന്റെ സദസ്സിൽ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇതാ എന്റെ കുഞ്ഞിതാ പാൽപ്പല്ല് കാണിച്ച് പുഞ്ചിരിക്കുന്നത് താങ്കൾ കാണുന്നില്ലേ? അതിന്റെ കയ്യിൽ ഒരു അപ്പക്കഷണം. ഇതാ, എനിക്ക് പോകാൻ സമയമായി, എന്റെ റബ്ബിന്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് സമയമായി, എന്റെ പാപത്തിലുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യസനത്തോട് അനുയായികളോട് കൽപ്പിച്ചു, ഇവൾക്ക് വേണ്ടിയുള്ള ശിക്ഷാ നടപടികൾ ഒരുക്കുക. കഴുത്തറ്റം മൂടിക്കൊണ്ട് സഹാബികളെ ചുറ്റും നിന്ന് ആ പെണ്ണിന്റെ തലയിലേക്ക് കല്ലെറിയാൻ തുടങ്ങി. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കല്ലേറ് കൊണ്ടുകൊണ്ട് ആ പെണ്ണിന്റെ ശിരസ് പൊട്ടി, അതിൽ നിന്ന് ചോര ചീറ്റി അദ്ദേഹത്തിന്റെ വെള്ള വസ്ത്രത്തിൽ തെറിച്ചു. ഖാലിദിന്റെ മുഖം ഒരു നിമിഷം അറിയാതെ മാറിപ്പോയി, അറിയാതെ ഒന്ന് മങ്ങിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലിദിനെ വിളിച്ചു, ഖാലിദ്, എന്തുകൊണ്ടാണ് നിന്റെ മുഖം മാറുന്നത്? എന്തുകൊണ്ടാണ് നിന്റെ മുഖത്ത് സന്തോഷമില്ലാത്തത്? എന്തുകൊണ്ടാണ് നിന്റെ മുഖത്തൊരു പുച്ഛഭാവം നിഴലിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മദീനയിലെ ഷഹാദത്ത് നെഞ്ചിലേറ്റിയ സകല മുസ്ലിങ്ങൾക്കും ഈ പെണ്ണിന്റെ മനസ്സിലുണ്ടായ പശ്ചാത്താപം വീതിച്ചു കൊടുത്താൽ അവർക്കെല്ലാവർക്കും ഈ പശ്ചാത്താപം മതിയാകുന്നതാണ് ഖാലിദേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. ആ പെണ്ണ് മരിച്ചു, ഉടല് മണ്ണിൽ നിന്ന് പുറത്തെടുത്തു, മയ്യിത്ത് കഫൻ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നമസ്കരിക്കാൻ പോകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു, ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരു വ്യഭിചാരിണിക്ക് വേണ്ടി അങ്ങ് നമസ്കരിക്കുകയോ? റസൂലുള്ളാഹി പറഞ്ഞു, ഉമറേ, മുണ്ടിപ്പോകരുത്. മദീനയിലെ സകല വിശ്വാസികളുടെയും പശ്ചാത്താപം ഒരു തുലാസിൽ വെക്കുകയും ഈ പെണ്ണിന്റെ മനസ്സിനെ മാസങ്ങളോളം മതിച്ച പശ്ചാത്താപം മറുതുലാസിൽ വെക്കുകയാണെങ്കിൽ ഈ പെണ്ണിന്റെ മനസ്സിനെ മതിച്ച പശ്ചാത്താപത്തിനാണ് കനം തൂങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സഹോദരങ്ങളെ, ഇതാണ് പശ്ചാത്താപം. യഥാർത്ഥ പശ്ചാത്താപം നമ്മുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥയുണ്ടാകുക. എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ, എന്തും ത്യജിക്കാൻ നമ്മൾ തയ്യാറാകും. അതിനാദ്യമായി വേണ്ടത് സഹോദരങ്ങളെ, ചെയ്തു പോയ തെറ്റ് തെറ്റാണെന്ന് ഏറ്റു പറയാനുള്ള മനസ്സാണ്. ഇബ്ലീസിന് ഇല്ലാതെ പോയത് അതാണ്. ഞാനൊരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് ഏറ്റു പറയണം. റബ്ബേ, ഞാൻ തെറ്റാണ് ചെയ്തത്, പാപമാണ് ഞാൻ ചെയ്തത്. അങ്ങനെയുള്ള മനസ്സ് നമ്മൾ എത്ര ആളുകൾക്കുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, ചെയ്ത തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കാൻ നമ്മിൽ എത്ര ആളെ കൊണ്ട് പറ്റും? ഇവിടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കാൻ അല്ലാഹ് തീരുമാനിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഒരു വർത്താനം പറഞ്ഞു. എന്താണ് വർത്താനം? ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. മലക്കുകളെ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയുണ്ടാക്കാൻ പോകുകയാണ്, മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുകയാണ്. മലക്കുകളുടെ തിരിച്ചുള്ള ചോദ്യമാണ്, തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. നാദാ, ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെയാണോ നീ സൃഷ്ടിക്കാൻ പോകുന്നത്? അല്ലാഹുവിന്റെ മറുപടി, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലക്കുകളെ, നിങ്ങൾ അറിയാത്ത പലതും അറിയുന്നവനാണ് ഞാൻ. ഇവിടെ അള്ളാഹുവും മലക്കുകളും തമ്മിലൊരു കോൺവെർസേഷനാണ്. എന്താ? അള്ളാഹ് പറഞ്ഞു, ഞാൻ ആദമിനെ സൃഷ്ടിക്കാൻ പോകാൻ. മലക്കുകൾ പറഞ്ഞു, എന്തിനാ റബ്ബേ, ഞങ്ങളുണ്ടല്ലോ ഇവിടെ തസ്ബീഹും തഹ്ലീലും തക്ബീറൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്നു, പിന്നെ എന്തിനാ ഈ കുഴപ്പവും രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന മനുഷ്യന്മാരെ നീ പടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് തിരിച്ചു പറഞ്ഞു, എന്ത്? ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മിണ്ടരുത്, നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുന്നവനാണ്. മലക്കുകളുടെ മറുപടി എന്താ? ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സുബ്ഹാനക, റബ്ബേ, നീ പരിശുദ്ധനാണ്. ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് അറിവില്ല റബ്ബേ.
ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒരു അറിവും ഞങ്ങൾക്കില്ല റബ്ബേ. ഇന്നക അൻതൽ അലീമുൽ ഹകീം, സർവജ്ഞാനിയും തത്വജ്ഞാനിയും നീയാണ് നാഥ. മലക്കുകളുടെ മറുപടി നോക്ക് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഒരു അഭിപ്രായത്തെ തിരുത്തിയപ്പോ മലക്കുകൾ പറയാ, റബ്ബേ ഞങ്ങള് നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒരു അറിവ് ഞങ്ങൾക്കില്ല റബ്ബേ. മലക്കുകൾ സമ്മതിക്കാം. എന്നാൽ തൊട്ടടുത്ത് നടന്ന സംഭവം എന്താ? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിന് ശേഷം ആകാശവാസികളോട് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് ആദരത്തിന്റെ സുജൂദ് നൽകാൻ കൽപ്പിച്ചു. അവിടെ ഇബ്ലീസ് പറഞ്ഞു, റബ്ബേ ഞാൻ സുജൂദ് ചെയ്യൂല, ഞാൻ സുജൂദ് ചെയ്യൂല. അല്ലാഹ് ചോദിച്ചു, അതെന്താ ഇബ്ലീസേ നീ സുജൂദ് ചെയ്യാത്തത്? ഇബ്ലീസ് മറുപടി പറഞ്ഞു, ഖലഖതനി മിൻ നാരിൻ വ ഖലഖതഹു മിൻ തീൻ, എന്നെ നീ തീ കൊണ്ടാണ് പടച്ചത്, ഓനെ നീ മണ്ണ് കൊണ്ടാണ് പടച്ചത്, അതുകൊണ്ട് ഓന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് ആര് പറഞ്ഞു? ഇബ്ലീസ് പറഞ്ഞു. ആരോട് പറഞ്ഞു? മണ്ണിനെയും തീയെയും പടച്ച അല്ലാഹുവിനോട് പറഞ്ഞു. അല്ലാഹു ദേഷ്യപ്പെട്ടു. അല്ലാഹു ഇബ്ലീസിനോട് പറഞ്ഞു, ഇറങ്ങിപ്പോകണം നീ സ്വർഗരാജ്യത്ത് നിന്ന്, ഇനി നിനക്ക് ഇവിടെ സ്ഥാനമില്ല, ശപിക്കപ്പെട്ടവനാണ്. അല്ലെ, ഇവിടെ ഇബ്ലീസ് കൊടുത്ത മറുപടി എന്താ? ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം മലക്കുകളെ അല്ലാഹു തിരുത്തിയപ്പോ മലക്കുകൾ കൊടുത്തൊരു മറുപടിയുണ്ട്. ഇവിടെ ഇബ്ലീസിനെ അല്ലാഹ് തിരുത്താൻ, അല്ലാഹ് ശാസിക്കാൻ. അവിടെ ഇബ്ലീസ് കൊടുത്ത മറുപടി എന്താ? ലഉഖ്വിയന്നഹും അജ്മഈൻ, അല്ലാഹുവേ എന്റെ ഭ്രഷ്ടിന് കാരണക്കാരനായ, എന്റെ ആട്ടിപ്പുറത്താക്കലിന് കാരണക്കാരനായ അബുൽ ബശർ ആദമിന്റെ സന്തതികളെ മുഴുവനും ഞാൻ വഴിതെറ്റിക്കുന്നതാണ്. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അവരുടെ മുകളിൽ കൂടെ, അവരുടെ പിന്നിൽ കൂടെ, അവരുടെ ഇടതുഭാഗത്തുകൂടെ, അവരുടെ വലതുഭാഗത്തുകൂടെ, അവരുടെ മുകളിൽ കൂടെ, അവരുടെ താഴെ കൂടെ ഞാൻ അവരുടെ ഇടത്തേക്ക് കടന്നു ചെല്ലുന്നതാണ്. വൃത്തികേടിന്റെ അധർമ്മത്തിന്റെ പ്രലോഭനങ്ങളുമായി നീ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായി അവരിൽ ചുരുക്കം ആളുകൾ മാത്രമേ നീ കണ്ടെത്തുകയുള്ളൂ. അള്ളാഹുവിനോട് വെല്ലുവിളി നടത്തുകയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ നിങ്ങൾ, മലക്കുകളോട് അല്ലാഹു ഒന്ന് കൽപ്പിച്ചപ്പോൾ മലക്കുകൾ പറഞ്ഞു, റബ്ബേ നീ പരിശുദ്ധനാണ്, നിന്റെ അത്ര അറിവ് ഞങ്ങൾക്കില്ല. ഇബ്ലീസിനോട് അല്ലാഹു തെറ്റ് തിരുത്തിയപ്പോ ഇബ്ലീസ് പറഞ്ഞു, പടച്ചോനെ എന്നെ നീ പുറത്താക്കാൻ കാരണക്കാരൻ ഈ ആദമാണ്, അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ എനിക്ക് നീ ആയുസ് തരണം. എന്തിനാണ് ആയുസ്? ഈ ആദമിന്റെ മക്കളെ മുഴുവൻ വഴിതെറ്റിക്കാൻ. ഇവിടെ ഇബ്ലീസും മലക്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്താ? മലക്കുകള് അള്ളാഹുവിന്റെ മുന്നിൽ താഴ്മ കാണിച്ചു, ഇബ്ലീസ് സ്വന്തം തെറ്റിനെ സമ്മതിക്കാതെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് മറ്റൊരാളിലേക്ക് ആ തെറ്റിനെ ആരോപിക്കുകയും ചെയ്തു. ഇനി സ്വന്തത്തോടൊന്ന് ചോദിച്ചേ, ഈ ഒരു സ്വഭാവം നമുക്കുണ്ടോ? ഇബ്ലീസിന്റെ സ്വഭാവം നമുക്കുണ്ടോ? നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് സമ്മതിക്കാം, മനസ്സില്ലാതെ അത് എന്റെ കുഴപ്പം കൊണ്ടല്ല ഓന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ പര്യവസാനം സർവനാശത്തിലേക്കാണ്. ആ സ്വഭാവം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിരുത്തണം. നമ്മുടെ തെറ്റ് നാം സമ്മതിക്കണം, നമ്മുടെ അമളി നാം സമ്മതിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ പറയണം, അള്ളാഹുവേ ഞാനിതാ തെറ്റുകാരനാണ്, ഞാൻ പോയച്ചക്കാരനാണ്, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തന്നാലും നീ എനിക്ക് മാപ്പ. അതാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ആദ്യമായി പറഞ്ഞ വാക്കെന്താ? ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഖാലാ രണ്ടുപേരും പറഞ്ഞു, ആദമും ഹവ്വയും പറഞ്ഞു റളിയല്ലാഹു അൻഹുമാ. എന്താ പറഞ്ഞത്? റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ളലംനാ ഞങ്ങൾ അതിക്രമം ചെയ്തിരിക്കുകയാണ്, അൻഫുസനാ ഞങ്ങളുടെ സ്വന്തത്തോട്, വഇൻ ലം തഗ്ഫിർ ലനാ നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംനാ നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ. മനുഷ്യന്റെ ഫിത്രത്തിൽ എഴുതിയ സ്വഭാവമാണ് എന്ത്? സ്വന്തം തെറ്റ് സമ്മതിക്കുക എന്നുള്ളത്. അങ്ങനെ ഒന്നാമത്തെ സ്റ്റേജ് 2 റക്അത്ത് തൗബയുടെ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് ഈ പറഞ്ഞിരുന്നത്. വെറുതെ ഒരു കഥ കേട്ടു പോകുന്ന ലാഘവത്തിൽ കേൾക്കരുത്. 2 റക്അത്ത് തൗബയുടെ നമസ്കാരം നമസ്കരിച്ച് അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റുകൾ തെറ്റാണെന്ന് ഏറ്റുപറഞ്ഞ് ഇനി ചെയ്തു പോയ തെറ്റ്
തെറ്റുകൾ ഓർമ്മയില്ലെങ്കിൽ അല്ലാഹുവേ വമാ അൻത അഅലമു ബിഹി മിന്നീ റബ്ബേ, എന്നിൽ നിന്ന് നീ എന്തൊക്കെ അറിയുന്നുണ്ട് അതൊക്കെ നീ പുറത്തു തരണേ എന്ന് പറഞ്ഞ് അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ദൃഢപ്രതിജ്ഞ എടുക്കുക റബ്ബിന്റെ മുന്നിൽ. ദൃഢപ്രതിജ്ഞ എടുക്കുക റബ്ബിന്റെ മുന്നിൽ. അല്ലാഹുവേ, ഇനി ആ തെറ്റ് ഞാൻ ചെയ്യില്ല, ഇനി ആ പാപം ഞാൻ ചെയ്യില്ല, ഇനി ഞാൻ എൻ്റെ മൊബൈലിൽ അനാവശ്യം കാണില്ല, ഇനി ഞാൻ എൻ്റെ മൊബൈലിൽ അന്യ പെണ്ണുമായി ചാറ്റ് ചെയ്യില്ല, ഇനി ഞാൻ എൻ്റെ കടകളിൽ ഇസ്ലാമികമല്ലാത്ത യാതൊരു ഇടപാടിനും നിൽക്കില്ല, ഇനി എൻ്റെ കണ്ണുകൾ അന്യ പെണ്ണിന്റെ മുഖത്ത് പതിക്കില്ല, ഇനി ഞാൻ പലിശയുമായി ഇടപെടില്ല റബ്ബേ, ഇനി ഞാൻ ഗീബത്ത് പറയില്ല, ഇനി ഞാൻ കളവ് പറയില്ല. നാഥാ, നിന്റെ മുന്നിൽ ചെയ്ത തെറ്റുകൾ ഞാൻ ഏറ്റുപറഞ്ഞ് ഇനി ഒരിക്കലും ഞാൻ അത് ചെയ്യാതിരിക്കാൻ സത്യപ്രതിജ്ഞ എടുക്കുകയാണ് എന്നുകൂടി അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബാധ്യത അവിടെ അവസാനിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. ഇനി ഒന്നുകൂടെ ബാക്കിയാണ്. എന്താണെന്നറിയോ? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. മനുഷ്യൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ മടിക്കുന്ന ഒരു സംഗതിയാണ്. എന്താണെന്നറിയോ ആ സംഗതി? മനുഷ്യന്മാരുമായി വല്ല ഇടപാടുകളും ഉണ്ടെങ്കിൽ അത് തീർക്കുക. ഇടപാട് എന്ന് പറഞ്ഞാൽ ഒരാളെ മോന്തക്കടിച്ച ഇടപാട് മാത്രമല്ല, ആരെങ്കിലും ആയിട്ട് തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം പോയി സലാം പറയുന്നവരുടെ കൂട്ടത്തിലായി തീരുക. അതൊരു വലിയ മഹത്വമാണ് സഹോദരങ്ങളെ, വലിയൊരു മഹത്വമാണ്. നമ്മളെ കൊണ്ട് കഴിയും. രണ്ടാളുകൾ എങ്ങനെയാ തെറ്റുന്നത്? രണ്ടാളുകൾ തെറ്റുമ്പോൾ അവര് തെറ്റാൻ കാരണം എന്താ? നിങ്ങൾ രണ്ട് വളരെ അടുത്ത സുഹൃത്തുക്കൾ തെറ്റിയ സ്ഥിതിയിലുള്ള രണ്ടാളുകൾ, ഒരാളെടുത്ത് നിങ്ങൾ ആദ്യം പോവുക, എന്നിട്ട് ചോദിക്കുക എന്താണ് നിങ്ങൾ തെറ്റാൻ കാരണം? അയാൾ ഒരു അരമണിക്കൂർ കാരണം ഇങ്ങനെ വിശദീകരിക്കും. എന്താ വിശദീകരിക്കുക? എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഓന്റെ ഭാഗത്താണ് മുഴുവൻ തെറ്റ്. ഇനി മറ്റേ ആളെടുത്ത് പോവുക, എന്നിട്ട് ചോദിക്കുക എന്താണ് നിങ്ങൾ തെറ്റാൻ കാരണം? അയാൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇങ്ങനെ വിശദീകരിക്കും. എന്താ വിശദീകരിക്കുക? എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, തെറ്റ് മുഴുവൻ ഓന്റെ ഭാഗത്താണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവനവന്റെ തെറ്റ് ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഓന്റെ ഭാഗത്താണ് തെറ്റ്, ഞാൻ താവില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, ഇങ്ങനെ ആവാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ താവില്ല, ഞാൻ അന്തസ്സുള്ള ഒരാളല്ലേ, ഞാൻ അന്തസ്സോടെ എന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കണം, ഞാൻ ഓന്റെ പഠിക്കാനൊന്നല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഓന്റെ മുന്നിൽ താവണത് എന്ന ചിന്താഗതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തെറ്റിൽ തെറ്റിയാൽ അത് കുടുംബത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് കാലങ്ങളോളം ആ തെറ്റ് നിലനിൽക്കാൻ. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാൻ മാസത്തെ വരവേൽക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടാകണമെങ്കിൽ എന്ത് കാരണം കൊണ്ടായാലും, എന്ത് കാരണം, പ്രസ്ഥാനത്തിന്റെ പേരിൽ തെറ്റുന്നില്ലേ? സംഘടന, സഹോദരങ്ങളെ, ആദർശപരമായ വ്യത്യാസം മുസ്ലിങ്ങൾ തമ്മിൽ ഉണ്ടാകും. അതിന് ശക്തമായ നിലപാട് നമ്മൾക്ക് എടുക്കാം. പക്ഷേ അതിന്റെ പേരിൽ തെറ്റാന്ന് പറഞ്ഞാൽ, അതിന്റെ പേരിൽ പരസ്പരം പഴി പറയാന്ന് പറഞ്ഞാൽ, അതിന്റെ പേരിൽ കാലങ്ങളോളം പരസ്പരം കണ്ടാൽ സലാം പോലും പറയാതെ നടക്കാന്ന് പറഞ്ഞാൽ എന്തൊരു അക്രമാണത്. ആരാണ് നമുക്ക് ഈ ആദർശം പഠിപ്പിച്ചെന്ന്? ആരാ നമുക്ക് ഈ ആദർശം പഠിപ്പിച്ചെന്ന്? ഇത്രയും നാള് തോളത്ത് കൈയിട്ട് നടന്ന ഒരു സഹോദരൻ നാളെ കാണുമ്പോ മുണ്ടുന്നില്ല, സലാം പറയുന്നില്ല, ചിരിച്ചാൽ ആടിനോട് ഒട്ടകത്തിനോടൊക്കെ ചിരിച്ച പോലെ. ഇതാരാ നമുക്ക് പഠിപ്പിച്ചെന്ന്? ഈ ആശയം നമുക്ക് ആരാ പഠിപ്പിച്ചെന്ന്? ഈ സ്വഭാവം റസൂലുള്ളാഹിന്റെ സ്വഭാവമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ നമുക്ക് ഈ സ്വഭാവം? അത് റസൂലുള്ളാഹിന്റെ മാതൃകയില്ലാത്തതാണ്. അങ്ങനെ ഏത് വിഷയം കൊണ്ടായാലും ആരെങ്കിലുമായി നമ്മൾ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ റമദാൻ മാസം അതിന്റെ ഡെഡ് എൻഡ് ആകണം. അതിന്റെ അപ്പുറത്തേക്ക് അത് പോകരുത്. എത്ര താണിട്ടാണെങ്കിലും. സഹോദരങ്ങൾ, അറിയോ, രണ്ടാളുകൾ തമ്മിൽ ഭയങ്കര വാഗ്വാദം നടക്കാൻ ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാം. രണ്ടാളുകൾ തമ്മിൽ ഭയങ്കര വാഗ്വാദം നടക്കാൻ ഓരോരാൾ അവനവന്റെ ഭാഗം ന്യായീകരിച്ച് ഇങ്ങനെ സംസാരിക്കാം. ഈ സംസാരം എത്ര മണിക്കൂർ നീളും? മണിക്കൂറുകളോളം നീളം വേണമെങ്കിൽ 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊന്നും പോയതറിയില്ല, അല്ലെ? ഓരോ തർക്ക വിഷയങ്ങൾ എടുത്തിട്ടാൽ കണ്ണൂരിന്ന് കുറ്റിപ്പുറത്തേക്കും തിരൂരേക്കൊന്നും എത്തിയതറിയില്ല. അങ്ങനെ സമയം പോകും, അല്ലെ? എന്നാലോ ഈ രണ്ടാളുകളിൽ ഏതെങ്കിലും ഒരാൾ പറയാണ്, ശരി, എന്റെ അടുത്ത് കുറച്ച് തെറ്റുണ്ട്, ഞാൻ സംസാരിക്കാനില്ല, സോറി, മാപ്പ് എന്നൊരാൾ പറഞ്ഞാൽ മറ്റയാൾ എന്താ തിരിച്ചു പറയാ? നിന്റെ അടുത്ത് മാത്രമല്ല തെറ്റ്, എന്റെ അടുത്തും തെറ്റുണ്ട്, ഞാനും തെറ്റുകാരനാണ് എന്ന് അയാളും സമ്മതിക്കും. ശരിയല്ലേ? പക്ഷെ ആദ്യം തെറ്റ് സമ്മതിക്കാൻ ആരും തയ്യാറല്ല. അതാണ് ഇവിടെ വിഷയം. ഞാൻ ഒരു ജ്യേഷ്ഠന്റെയും അനുജന്റെയും സംഭവം നിങ്ങളുടെ മുന്നിൽ വെക്കാണ്. ചിലപ്പോ മലപ്പുറക്കാരാണ്, ചിലപ്പോ നിങ്ങൾക്ക് പരിചയമുള്ള ആളായിരിക്കും. പരിചയമുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലാത്ത ആളുകൾ ശ്രദ്ധിച്ചു കേൾക്കാം. ഈ ജ്യേഷ്ഠനും അനുജനും ഒരുമിച്ചൊരു ബിസിനസ് തുടങ്ങി. ബിസിനസിന്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ, എപ്പോഴാണ് പൊട്ടിപ്പാളിസാവെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഈ ബിസിനസ് പൊളിഞ്ഞു, രണ്ടാളുടെ കയ്യിൽ തെറ്റില്ല. അങ്ങനെ ഈ അനുജൻ ജ്യേഷ്ഠന് വെറുത്തു.
ജ്യേഷ്ഠനാണ് ബിസിനസ് തകരാൻ കാരണം, കച്ചവടം തകരാൻ കാരണം എന്ന് വിചാരിച്ച് ഈ അനുജൻ ജ്യേഷ്ഠനെ നന്നായിട്ട് വെറുത്തു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ശത്രു ജ്യേഷ്ഠനായി മാറി. എത്രത്തോളം അറിയാം നിങ്ങൾക്ക്? അനുജന്റെ വീട്ടിൽ എന്തെങ്കിലും കാര്യമായ പരിപാടികൾ ഉണ്ടാകുമ്പോൾ ജ്യേഷ്ഠൻ അറിയാതെയായി. പക്ഷേ ഈ ജ്യേഷ്ഠൻ എന്താ ചെയ്യാന്നറിയാം? നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യാ? നിങ്ങളൊരു അനിയന്റെ വീട്ടില് എന്തെങ്കിലും ഒരു കാര്യമായ സൽക്കാരം, അല്ലെങ്കിൽ അനുജന്റെ മോന്റെ കല്യാണം ഉറപ്പിക്കലോ, അങ്ങനെ എന്തെങ്കിലും, പെണ്ണ് കാണാൻ പോകലോ, അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി നിങ്ങളെ അറിയിച്ചിട്ടില്ല, നിങ്ങൾ എന്താ ചെയ്യാ? സ്വന്തത്തോടൊന്ന് ചോദിച്ചാൽ എന്താ ചെയ്യാ? ആ ഭാഗത്ത് നിങ്ങൾ പോകുമോ? പിന്നെ മുഖത്ത് കണ്ടാ നോക്കോ? ഒന്ന് വിളിക്കോ? ഇല്ല. ഉണ്ടെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, അതിനെ അനുസരിക്കുന്നില്ല. പക്ഷേ ഒരു 80% ആളുകളും പിന്നെ കാലാകാലത്തേക്ക് തെറ്റിക്കളയും. പക്ഷെ ഈ ജ്യേഷ്ഠൻ അങ്ങനെ ആയിരുന്നില്ല. ഈ അനുജന്റെ വീട്ടിൽ എന്തെങ്കിലും കാര്യമായ പരിപാടികൾ ഉണ്ട് എന്ന് ജ്യേഷ്ഠൻ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് കടന്നു പോകും ഈ അനുജന്റെ വീട്ടിലേക്ക്. എന്നിട്ട് അവിടെ വേണ്ടുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കും. അവസാനം ഈ അനുജന് പൊറുതി മുട്ടിക്കൊണ്ട് ഇയാൾ എന്താ ചെയ്യാന്നറിയോ? വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ തലേ ദിവസം ജ്യേഷ്ഠന്റെ വീട്ടിൽ വന്നിട്ട് പറയും, എന്റെ വീട്ടിൽ നാളെ ഇന്ന പരിപാടിയുണ്ട്, അങ്ങോട്ട് നിങ്ങളെ ഒരാളെയും നേൽവട്ടം കണ്ടുപോകരുത്, കണ്ടാൽ ഞാൻ പോലീസ് കേസ് കൊടുക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ തലേന്ന് വന്ന് ഭീഷണിപ്പെടുത്തി പോവാൻ തുടങ്ങി. പക്ഷെ എന്നാലും ഈ ജ്യേഷ്ഠൻ എന്ത് ചെയ്യും? പിറ്റേ ദിവസം പരിപാടിന്റെ സമയമാകുമ്പോ ആ വീട്ടിലേക്ക് കടന്നു പോകുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സംഗതികളും ചെയ്തു കൊടുക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, എത്ര ആൾക്ക് കഴിയും? എത്ര ആൾക്ക് ഇതുപോലെ പ്രവർത്തിക്കാൻ കഴിയും? അവിടെ അവസാനിച്ചില്ല. ഈ അനുജന്റെ മകളുടെ കല്യാണത്തിന്റെ സമയത്ത് അനുജൻ സാധാരണ വരുന്നത് പോലെ ഒരാഴ്ച മുന്നേ വന്നിട്ട്, ഇതെന്റെ മകളുടെ കല്യാണമാണ്, അവൾക്ക് ഇങ്ങനത്തെ ഒരു മൂത്താപ്പ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരേണ്ടതില്ല, വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിവരം അറിയും, സാധാരണ പോലെയല്ല, കർശനാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാളെ ഭീഷണിപ്പെടുത്തി പിന്നെ വീട്ടിൽ നിന്ന് തിരിച്ചുപോയി. പക്ഷെ ജ്യേഷ്ഠൻ സാധാരണ പോലെ അനുജന്റെ മകളുടെ കല്യാണമാണ്, പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. രാവിലെ തന്നെ ആ വീട്ടിലെത്തി പന്തലുകാരുടെ ഒപ്പം പണിയെടുത്തു. ചോറ് വിളമ്പാനും വിയർത്ത് കുളിച്ച് പണിയെടുക്കാനും എല്ലാറ്റിനും ജ്യേഷ്ഠൻ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ കയ്യിലേക്ക് മകളെ കൈപിടിച്ച് ഏൽപ്പിക്കുമ്പോ അനുജന്റെ ചാരത്തി ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു. അവസാനം ആളുകൾ ഒഴിഞ്ഞപ്പോ മടക്കാതിരുന്നിട്ടും, മോനെ ഞാൻ പോകട്ടെ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഈ ജ്യേഷ്ഠൻ തിരിച്ചുപോയി. ഈ ജ്യേഷ്ഠൻ തിരിച്ചു പോയപ്പോ ഭാര്യ ചോദിക്കാനല്ല, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങൾ എങ്ങനെയാണ് ആ വീട്ടിലേക്ക് വലിഞ്ഞു കയറി പോകുന്നത് എന്ന് ഭാര്യ ചോദിച്ചപ്പോ ആ ജ്യേഷ്ഠ മറുപടി പറഞ്ഞു, മിണ്ടിപ്പോകരുത് നീ, അത് പറയാൻ നിനക്ക് അവകാശമില്ല. ഞാനത് ചെയ്യുന്നത് എന്റെ റബ്ബിന് വേണ്ടിയാണ്. അയാളൊരു സലഫിയാണ്, യഥാർത്ഥ സലഫി, പേരിന് വേണ്ടിയുള്ള മുജാഹിദല്ല, യഥാർത്ഥ സലഫി. അയാൾ പറഞ്ഞു, ഞാനിത് ചെയ്യുന്നത് എന്റെ റബ്ബിന് വേണ്ടിയാണ്. ഞാൻ ഓരോ സമയം എന്റെ അനുജന്റെ വീട്ടിലേക്ക് കയറി പോകുമ്പോ അവൻ എന്നെ അവജ്ഞയുടെയും പുച്ഛത്തിന്റെയും നോട്ടം നോക്കുന്ന സമയത്ത് എന്റെ ഹൃദയത്തിൽ വേദന ഇല്ല എന്നിട്ടല്ല, പക്ഷേ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. പക്ഷേ സഹോദരങ്ങളെ, അന്ന് രാത്രി ഒരു അത്ഭുതം സംഭവിച്ചു. ഉറങ്ങാൻ കിടന്ന ജ്യേഷ്ഠനും ഭാര്യയും മക്കളും ഒരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റു. വാതിൽ തുറന്നു നോക്കിയപ്പോ കരഞ്ഞുകൊണ്ട് പുറത്തു നിൽക്കുന്ന എളാപ്പയെയാണ് ഈ ജ്യേഷ്ഠന്റെ മക്കൾക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം പുറത്തു നിന്ന് ജ്യേഷ്ഠനോട് ഒന്നിങ്ങോട്ട് വരൂ കാക്ക എന്ന് പറയാം. അങ്ങനെ ഈ ജ്യേഷ്ഠ പുറത്തു ചെന്നു. അനുജനെ അകത്തേക്ക് ഒരുപാട് വിളിച്ചു, വന്നില്ല. അവസാനം വലിച്ചു പിടിച്ചകത്തേക്ക് കയറ്റി. അനുജൻ പറയാ, ഞാൻ എങ്ങനെയാ നിങ്ങളുടെ വീട്ടിൽ കയറാ? ഞാൻ എങ്ങനെയാ നിങ്ങളുടെ മുഖത്ത് നോക്കുക? എന്നിട്ട് പറയാ, കാക്ക, നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഒരൊറ്റൊന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ എത്രമാത്രം തെറ്റാണ് നിങ്ങളോട് ചെയ്തത്, എത്രമാത്രം അപരാധമാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്. ഈ അനുജൻ ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുപാട് സമയം കരഞ്ഞു. എന്നിട്ട് പറയാ, എനിക്കിപ്പോ വല്ലാഹി സത്യം എന്റെ സ്വന്തം ജീവനേക്കാൾ ഇഷ്ടം നിങ്ങളെയാണ്. എന്ത് വേണമെങ്കിലും, എന്റെ എത്ര സ്വത്ത്, കച്ചവടമല്ല, എന്റെ എന്ത് നിങ്ങൾ നശിപ്പിച്ചാലും നിങ്ങൾക്ക് വേണ്ടി അനുജൻ ജീവിക്കും എന്ന് പറഞ്ഞ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അനുജനെ കാണിച്ചിട്ട് ഭർത്താവ് ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഇതാണ് ഞാൻ ആഗ്രഹിച്ച മാറ്റം, ഇതാണ് അള്ളാഹു ഉണ്ടാക്കുന്ന മാറ്റം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഇദ്ഫഅ ബില്ലദീ ഹിയ അഹ്സൻ ഫഇദാ അല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീദ്. തിന്മയെ നന്മ കൊണ്ട് തടയുക, പ്രതികാരത്തെ പുഞ്ചിരി കൊണ്ട് തടയുക.
ക്രൂരതയെ നന്മ കൊണ്ട് വാത്സല്യം കൊണ്ട് തടയുക. നിന്റെ ഏറ്റവും വലിയ ശത്രു, നിന്റെ ഏറ്റവും വലിയ മിത്രമാകുന്ന മായാജാലം നിനക്ക് കാണാം. ഖുർആനിന്റെ വാക്കാണ്, തെറ്റില്ല. അതാണ് അവിടെ സംഭവിച്ചത്. ആ അനുജൻ നന്നായി. സഹോദരങ്ങളെ, ഇതിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. തെറ്റി നിൽക്കുന്ന ആളുകൾ എത്രത്തോളം സ്വന്തം എടുത്ത്, എന്റെ അടുത്ത് ന്യായമുണ്ട്, എന്റെ അടുത്താണ് പൂർണ്ണമായും ന്യായം, എന്നെയാണ് അയാൾ ഉപദ്രവിച്ചത് എങ്കിലും അയാളുടെ അടുത്ത് പോയി അസ്സലാമു അലൈക്കും, കഴിഞ്ഞതൊക്കെ മറക്കണം കേട്ടോ, ഇനി അത് മനസ്സിൽ വെച്ച് നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയോ സഹോദരങ്ങളെ? അല്ലാഹു റബ്ബ് നമ്മോടൊപ്പമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊപ്പമുണ്ട്. എന്താ നമുക്കതിന് തടസ്സം? എന്താ ഇബാദുർ റഹ്മാനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത്? വല്ലദീന യംശൂന അലൽ അർദി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അവർ ഭൂമിയിലൂടെ താഴ്മയോടുകൂടി നടക്കുന്നവരാണ്. വിനയം അവരുടെ മുഖമുദ്രയാണ്. താഴ്ന്നു കൊടുക്ക എല്ലാവരുടെ മുന്നിലും. ആരുടെ മുന്നിൽ കാണാൻ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ? റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നു നമുക്ക്. ഒരാളും ഒരാളുടെ മുന്നിലും താഴുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇസ്സത്തിനെ വർദ്ധിപ്പിച്ചാലല്ലാതെ, അന്തസ്സിനെ വർദ്ധിപ്പിച്ചുകൊണ്ടല്ലാതെ. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടോ ഈ പരിശുദ്ധ റമദാൻ മാസം വരുന്നതിന്റെ മുന്നേ എന്ത് ചെയ്യണം? ആരെങ്കിലുമായി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുമായി പോയി നന്നാവണം, സലാം പറയണം, മനസ്സിലുള്ള എല്ലാ കറകളും കഴുകിക്കളയണം. എന്നിട്ട് അവരോട് പറയണം, എനിക്കൊരു വെറുപ്പ് നിന്നോടില്ല, ഒരു ദേഷ്യം എനിക്ക് നിന്നോടില്ല. ചില ആളുകളുണ്ട്, ചില വളരെ സഹോദരൻ, എനിക്ക് 2 സുഹൃത്തുക്കൾ അറിയാം. അവര് സ്വന്തം ഉമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞ ആളുകളാണ്. പക്ഷെ അവരിന്ന് കീരിയും പാമ്പുമായി നാട് നീളെ പരസ്പരം വ്യക്തിപരമായ കുഴപ്പങ്ങൾ പറഞ്ഞു നടക്കാം. ഞാനൊരു വ്യക്തിപരമായ ഒരു ഉപദേശം നിങ്ങൾക്ക് തരട്ടെ. ഒരു സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പണ ഇടപാട് നടത്താതിരിക്കുക. ഇത് ദീനൊന്നുമല്ല, ഖുർആനും ഹദീസൊന്നല്ല, വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് എടുത്തു പറഞ്ഞ നല്ലൊരു സ്നേഹബന്ധം നിങ്ങൾക്ക് നിലനിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പണ ഇടപാട് നടത്താതിരിക്കുക. ആ സ്നേഹബന്ധം അങ്ങനെ പോയിക്കൊള്ളും. എന്ന് പണ ഇടപാട് നടത്തുന്നു അന്ന് അത് തീരും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ആരെങ്കിലുമായി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി അതിന്റെ അവസാനത്തെ തീയതിയായിരിക്കണം, അതിന്റെ അവസാനത്തെ ദിവസമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൂടി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ അല്ലാഹ് പറയാ, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. അല്ലാഹു പറയുകയാണ്, വസാരിഊ, നിങ്ങൾ ഓടിയെടുക്കുക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിസ്തൃതിയുള്ള സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ ഓടിയെടുക്കുക. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ് ആ സ്വർഗ്ഗം. എങ്ങനെയുള്ളവരാണവർ? അല്ലദീന യുൻഫിഖൂൻ, അവരവരുടെ ധനം ചിലവഴിക്കുന്നവരാണ്. ഫിസ്സറാഇ
കഷ്ടപ്പാടിലും പ്രയാസത്തിലും അവർ കോപത്തെ അടക്കി വെക്കുന്നവരാണ്. അവർ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എന്നിട്ടല്ല പറയുകയാണ്, മനസ്സിലാക്കടേ, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, വിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞത്. അവരൊരു തിന്മ ചെയ്താൽ, അവരൊരു പാപം ചെയ്താൽ, പാപം ചെയ്യാത്തവരല്ല വിശ്വാസികൾ എന്നല്ല, അവരൊരു പാപം ചെയ്താൽ, അവർ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്താൽ, അവർ അല്ലാഹുവിനെ ഓർക്കുകയായി, ഫസ്തഗ്ഫറൂ ലിസുനൂബിഹിം, എന്നിട്ട് ചെയ്തു പോയ പാപത്തിന് അല്ലാഹുവിനോട് മോചനം തേടുകയായി. എന്നിട്ടല്ല പറയുകയാണ്, പാപം പൊറുക്കുന്നവനായി അല്ലാഹ് ഇല്ലാതെ മറ്റാരാണുള്ളത്? അടുത്ത ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നു, ഉലൈക ജസാഉഹും മഗ്ഫിറത്തുൻ മിർ റബ്ബിഹിം വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സുഖാനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. വനിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എത്ര വലിയ പാരിതോഷികമാണ്. അല്ലാഹുവിന്റെ സന്തോഷ വാർത്തയാണ്. ഈ പാപമോചനത്തിന്റെ എല്ലാ ഷർത്തുകളും പൂർത്തീകരിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തതാണ്. ഉലൈക ജസാഉഹും മഗ്ഫിറത്തുൻ മിർ റബ്ബിഹിം വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സുഖാനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗീയ പൂങ്കാവനമാണ് അങ്ങനെയുള്ള ആളുകൾക്കുള്ള പ്രതിഫലമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നു. ആ സ്വർഗത്തിൽ എത്തിച്ചേരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറകതബ അലാ നഫ്സിഹി റഹ്മ, അല്ലാഹു സ്വന്തം നഫ്സിൽ റഹ്മത്ത് ബാധ്യതയായിട്ട് എഴുതിയിരിക്കാൻ, കരുണ ബാധ്യതയായിട്ട് എഴുതിയിരിക്കാൻ. എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ. നമുക്കറിയാം, ബദർ യുദ്ധത്തിൽ ധീരമായി പോരാടിയ ഒരു സഹാബിയാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണം ഇന്നും മുസ്ലിങ്ങൾക്ക് ഒരു പേടി സ്വപ്നമാണ്, ഭയസ്വപ്നമാണ്, അല്ലേ? ബദർ യുദ്ധത്തിൽ അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദിന്റെ ബാപ്പയെയും സഹോദരന്മാരെയും കൊന്നുകളഞ്ഞതാരാ? ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ബദർ യുദ്ധം കഴിഞ്ഞ് ശോകാത്മകമായ ഗാനങ്ങളും മുഴക്കി പരാജിതരായ മക്കാ മുശ്രിക്കുകൾ തിരിച്ചു വന്നപ്പോ ഹിന്ദിന്റെ കണ്ണുകൾ തന്റെ വാപ്പാക്കും സഹോദരന്മാർക്കും വേണ്ടി പരതി. അവിടെ ഒന്നും കണ്ടില്ല. അവസാനം പടയാളികളോട് അന്വേഷിച്ചു, എവിടെ എന്റെ വാപ്പ, എവിടെ എന്റെ സഹോദരന്മാര്? പടയാളികളെ പറഞ്ഞു കൊടുത്തു, അവരെ ഹംസ കൊന്നുകളഞ്ഞു. അന്ന് തൊട്ട് ഹിന്ദ് തന്റെ മുടിയകൾ പാറിപ്പറപ്പിച്ച് മക്കയുടെ തെരുവീതിയിലൂടെ ഒരു ഭ്രാന്തിയെ പോലെ നടക്കുകയായിരുന്നു. ഹംസയോട് പകരം വീട്ടാനുള്ള ഒരു സന്ദർഭം അന്വേഷിച്ചു. അങ്ങനെ അവളുടെ ആ ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീയുടെ പക കത്തിയാളി നിൽക്കുന്ന സമയത്താണ് ഉഹുദ് ഉണ്ടാകുന്നത്. ഉഹുദിന് വേണ്ടിയുള്ള സ്വരുക്കൂട്ടങ്ങളൊക്കെ കഴിഞ്ഞ് പടയാളികൾ ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് മക്കയിൽ നിന്ന് പുറപ്പെടാൻ പോകുമ്പോ ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീ അബൂ സുഫിയാന്റെ ഭാര്യ വഹ്ഷിയെ അടുത്ത് വിളിച്ചു. വഹ്ഷി എന്ന് പറഞ്ഞാൽ നിഗ്രോ വംശജനായ ഒരു അടിമ. വഹ്ഷിയെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് സ്വതന്ത്രനാവാൻ ആഗ്രഹമുണ്ടോ? നിനക്ക് സ്വതന്ത്രനാവാൻ ആഗ്രഹമുണ്ടോ? വഹ്ഷി പറഞ്ഞു, തീർച്ചയായും. അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടിലാണ് ജനിപ്പിച്ചപ്പോ തൊട്ട് ഞാൻ, അതുകൊണ്ട് തീർച്ചയായും എനിക്ക് സ്വതന്ത്രനാവാൻ ആഗ്രഹമുണ്ട്. ഹിന്ദ് പറഞ്ഞു, എങ്കിൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കാം. മാത്രമല്ല, എന്റെ കഴുത്തിലും കൈകളിലും അണിഞ്ഞിട്ടുള്ള ഈ വില കൂടിയ ആഭരണങ്ങൾ നിനക്ക് സമ്മാനമായി നൽകാം. മക്കയിലെ ഖുറൈശി കൂട്ടത്തിലെ ഒരു പ്രമാണിയായി, പണക്കാരനായി ഇവിടെ നിനക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ആര് പറഞ്ഞു? ഹിന്ദ് പറഞ്ഞു. പക്ഷി തിരിച്ചു ചോദിച്ചു, എന്താണ് പകരമായി ഞാൻ ചെയ്യേണ്ടത്? അതിന് പകരമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഹിന്ദ് പറഞ്ഞു, ഉഹുദിന്റെ രണാങ്കണത്തിൽ ഒരാളെ നീ കൊലപ്പെടുത്തണം, ചതിയിലൂടെ കൊലപ്പെടുത്തണം. ആരാണത്? ഹംസ. ഉഹുദിന്റെ രണാങ്കണത്തിൽ ധീരമായി പോരാടിക്കൊണ്ടിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ
നീക്കങ്ങൾ കഴുകക്കണ്ണുകളെ പോലെ ആ പക്ഷിയുടെ 2 കണ്ണുകൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. തക്കം കിട്ടിയപ്പോ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് ശക്തമായി കുന്തമെറിഞ്ഞു. പിന്നിൽ നിന്ന് തുളച്ച് മുന്നിലൂടെ വന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് മലർന്നടിച്ചു വീണു. സഹോദരങ്ങളെ, ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് കൈപ്പേറിയ പരാജയം അനുഭവിച്ച് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ മുസ്ലിങ്ങളുടെ മയ്യിത്ത് കാണുകയാണ്, ശുഹദാക്കളുടെ മയ്യിത്ത് കാണുകയാണ്. ഓരോ ആളുകളുടെയും മയ്യിത്ത് കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പെട്ടെന്ന് വിവർണമായി, വല്ലാതെ ദുഃഖാർത്ഥമായി. സഹാബികൾ നോക്കിയപ്പോ തന്റെ മുന്നിൽ കിടക്കുന്നത് ഹംസ എന്ന് പറയുന്ന തന്റെ പിതൃവ്യന്റെ മയ്യിത്താണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളോട് പറഞ്ഞു, ആ മയ്യിത്തൊന്ന് തിരിച്ചിടും, ഞാനൊന്ന് കാണട്ടെ, എന്റെ പിതൃവ്യന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. അനുയായികൾ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, തിരിച്ചിടാൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. കാരണം ആ രംഗം കാണാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, ആ രംഗം കാണാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധം പിടിച്ചു, എനിക്ക് കാണണം എന്റെ പിതൃവ്യന്റെ മൃതദേഹം, അവസാനമായി അദ്ദേഹത്തിന്റെ മുഖം ഒരു നോക്ക് കാണാനുള്ള അവകാശം എനിക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർബന്ധ പ്രകാരം ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് തിരിച്ചിട്ടപ്പോ കാണാൻ കഴിഞ്ഞ കാഴ്ച എന്താണ്? കുടൽമാലകളും കരളും ഹൃദയവും പറിച്ച് പുറത്തേക്കെടുത്ത് ചവച്ച് കടിച്ച് തുപ്പിയ നിലയിലാണ് കാണാൻ കഴിഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുകൾ അമർത്തി പിടിച്ചു, പിറകോട്ട് തിരിഞ്ഞു. ചരിത്രത്തിൽ, റസൂലിന്റെ ചരിത്രത്തിൽ പ്രതികാരത്തിലുള്ള പ്രതിജ്ഞയെടുത്ത ഒരേ ഒരു സന്ദർഭമാണത്. റസൂൽ പറഞ്ഞു, എനിക്കെങ്ങാനും മക്കയിൽ ആധിപത്യം കിട്ടിയാൽ ഖുറൈശി കൂട്ടത്തിലുള്ള 30ഓളം പേരുടെ മൃതദേഹം ഞാൻ ഇതുപോലെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ പറഞ്ഞത്രേ. വർഷങ്ങൾ കഴിഞ്ഞു. മക്കയിൽ കുന്നിൻ പ്രദേശത്തിന്റെ മുകളിലൂടെ കറുത്ത തൊപ്പി അണിഞ്ഞുകൊണ്ട് 10,000-കണക്കിന് അനുയായികളുടെ അകമ്പടി സേവയോടെ അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ ധ്വനിയുമായി മക്ക പട്ടണത്തെ പുളകം കൊള്ളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താഴ്വരയിലേക്ക് ഇറങ്ങി വന്നു. കഅബ ശരീഫിന്റെ അകത്തളങ്ങളിലും പരിസരത്തുമുള്ള 360-ൽ പരം വരുന്ന വിഗ്രഹങ്ങൾ തച്ചുടക്കപ്പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പ്രപഞ്ചത്തിന്റെ മൂലസത്യം ആ കഅബ ശരീഫിന്റെ പരിസരത്തും ും സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തന്റെ സദസ്സിലിരിക്കുന്ന സമയം ഒരു മനുഷ്യൻ കടന്നു വരിക. കറുത്തവനായ, നീളമുള്ള, ആജാനുബാഹുവായ, ദൃഢമായ ബലമായ ശരീരമുള്ള ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കടന്നു വരിക. റസൂൽ സൂക്ഷിച്ചു നോക്കി, ആളെ മനസ്സിലായില്ല. റസൂലിന്റെ അടുത്തേക്ക് വന്നു. ആ മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങി. യാ റസൂലല്ലാഹ്, വഹ്ശിയാണ് ഞാൻ. ആരാണ് വഹ്ശി? റസൂലല്ലാഹ്, ഉഹദിന്റെ രണാങ്കണത്തിൽ ഹംസയെ കൊന്നത് ഞാനാണ്. എന്നിട്ട് ഉഹദിന്റെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആ ഹംസയുടെ വയറും നെഞ്ചകവും കീറിപ്പൊളിച്ച് ഹിന്ദിനെ പറിച്ചെടുത്ത് സമ്മാനിച്ചതും ഞാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർണപടങ്ങളിലേക്ക് ഇടിവെട്ടേറ്റതുപോലെ തന്റെ പ്രിയപ്പെട്ട പിതൃവ്യന്റെ മൃതദേഹം, ആ മൃതദേഹം ഷഹീദായതിനു ശേഷം, മരിച്ചതിന് ശേഷം പോലും കീറിപ്പൊളിച്ച് കുത്തിപ്പറിച്ചെടുത്ത് ചമച്ച് തുപ്പാൻ കൂട്ടുനിന്നൊരു മനുഷ്യനാണ് തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നറിഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് സഹിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു കളഞ്ഞു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തി കൊടുക്കുകയാണ് റസൂലിന്. അതിലേക്ക് പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്. എന്താ അല്ലാഹു പറഞ്ഞത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. നബിയെ പറഞ്ഞു കൊടുക്കുക, സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്തുകൊണ്ട് പശ്ചാത്താപ വിവശരായ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന എന്റെ അടിയാറുകളോട് പറഞ്ഞു കൊടുക്കണം, നബിയേ, ഫഇന്നീ ഖരീബ്, ഞാൻ വളരെയധികം അടുത്തവനാണ്. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, എന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല, എന്റെ വാത്സല്യത്തിൽ നിങ്ങൾ നിരാശപ്പെടപ്പെട്ടു പോകാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, നിശ്ചയം അല്ലാഹു എല്ലാ പാപങ്ങളും ഒരുമിച്ച് പൊറുക്കുന്നവനാണ്.
നോക്കിയ നിങ്ങൾ, ഇത്രയും ക്രൂരമായ, കിരാതമായ, കാബാലികമായ കൃത്യം ചെയ്ത് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറിയിട്ടും അല്ലാഹ് തിരുത്തി കൊടുക്കുകയാ റസൂലേ അരുത്, റസൂലേ അരുത്, മാറരുത് മുഖം. പശ്ചാത്താപത്തിന് വേണ്ടി നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന എന്റെ അടിമയോട് നീ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല എന്നാണ്. സഹോദരങ്ങളെ, 100 പേരെ കൊന്ന ഒരാളെ കുറിച്ച് നമുക്കറിയില്ലേ? 99 ആളെ കൊന്നിട്ട് ഒരു വലിയ പണ്ഡിതന്റെ അടുത്ത് പോയി ചോദിക്കുക, ഉസ്താദേ 99 മനുഷ്യന്മാരെ കൊന്നിട്ടാണ് ഞാൻ വരുന്നത്, എന്റെ നിങ്ങളുടെ അടുത്ത് ഒരാൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? ഓടി ഒളിക്കും, അല്ലെങ്കിൽ കുറച്ച് ധൈര്യമുള്ള ആളാണെങ്കിൽ അയാളുടെ കോളറൊക്കെ പിടിക്കും, അല്ലേ? അതന്നെ ആ പണ്ഡിതനും ചെയ്തത്. അയാള് പറഞ്ഞു, നാണണ്ടോ നിനക്ക്? 99 മനുഷ്യന്മാരെ കൊന്നു കളഞ്ഞിട്ട് പശ്ചാത്താപുണ്ടോ ചോദിച്ച് എന്റെ മുന്നിൽ വന്ന് നിനക്ക് നാണന്മാരുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചപ്പോ ഇയാളുടെ പശ്ചാത്താപം അങ്ങോട്ട് മാറി, പഴയ മൃഗം തിരിച്ചു വന്നു, അരയിൽ നിന്ന് വാള് വലിച്ചൂരി ഇയാളുടെ കഴുത്തിലേക്ക് കുത്തിക്കയറ്റി. സെഞ്ചുറി തികച്ചു, 100 തികച്ചു. 100 മനുഷ്യന്മാരെ ഇയാൾ കൊന്നു. വീണ്ടും ഇയാൾ തോന്നിയതുപോലെ നടക്കാൻ തുടങ്ങി. കാലങ്ങൾക്ക് ശേഷം ഈ മനുഷ്യന്റെ മനസ്സിൽ വീണ്ടും പശ്ചാത്താപം വരെ, അല്ലാഹുവേ 100 ആളെ ഞാൻ കൊന്നു കളഞ്ഞല്ലോ, മാപ്പ് കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അങ്ങനെ ഇയാളൊരു പണ്ഡിതൻ അന്വേഷിച്ചു നടന്നു. അങ്ങനെ ഒരു യഥാർത്ഥ പണ്ഡിതന്റെ അടുത്ത് ഈ മനുഷ്യൻ ചെന്നെത്തിയതാണ്. എന്നിട്ട് ആ പണ്ഡിതനോട് ഇയാൾ ചോദിച്ചു, ഉസ്താദേ 99 മനുഷ്യന്മാരെയും ഒരു പണ്ഡിത കേസരിയെയും കൊന്നു കളഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്, എനിക്ക് പശ്ചാത്താപമുണ്ടോ, എനിക്ക് പ്രായശ്ചിത്തമുണ്ടോ, എന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമോ എന്ന് ചോദിച്ചപ്പോ ആ പണ്ഡിതൻ പറഞ്ഞത് എന്താ? ഇറങ്ങിപ്പോടാ അവിടുന്ന്, നിനക്ക് പശ്ചാത്താപമില്ല, നീ 100 പേരെ കൊന്ന ആളാണ്, അതുകൊണ്ട് നിനക്ക് അല്ലാഹു പുറത്തു തരില്ല എന്നല്ല ആ പണ്ഡിതൻ. അറിവുള്ള റാസിഖൂന ഫിൽ ഇൽമിൽ അവഗാഹമുള്ള ആളുകൾ ഒരിക്കലും അങ്ങനെ പറയില്ല, ഒരിക്കലും അങ്ങനെ പറയില്ല. നമ്മളൊക്കെ ഈ തെറ്റ് ചെയ്യുന്ന ആളുകളോട് എടുക്കുന്ന നിലപാടുണ്ടല്ലോ, എത്ര മോശമാണ് സഹോദരങ്ങളെ. ഒരാളുകളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരാള് ഒരു വ്യഭിചാരം നടത്തി, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ കോട്ടക്കല് ചങ്കുവട്ടി പ്രദേശത്ത് ഒരാൾ ഒരു വ്യഭിചാരം നടത്തി, പിന്നെ മരിക്കുന്നത് ചീത്തപ്പേരില്ലേ? പറ്റുമോ അങ്ങനെ? അയാൾ ആത്മാർത്ഥമായി അള്ളാഹിനോട് പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്താ അവകാശം അയാൾ ആക്ഷേപിക്കാൻ, അയാളെ കുറ്റം പറയാൻ? ഒരു പെണ്ണ് അവളൊന്ന് വ്യഭിചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വിധി നമുക്കറിയെങ്കിൽ നമുക്ക് പരസ്യപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരു വാപ്പ വന്നിട്ട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്റെ മകള് കുറച്ചു മുന്നേ പിഴച്ചു പോയിട്ടുണ്ട്, ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, എന്നാൽ ഇപ്പൊ നല്ലൊരു കുടുംബത്തിൽ നമ്മൾക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്, ആ ആലോചന വന്ന കുടുംബത്തോട് പണ്ട് നടന്ന തെറ്റ് ഞാൻ പറയണോ എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ചുവന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അടിച്ചു നിന്നെ ശരിയാക്കി കളി, നീ അതങ്ങനെ പറഞ്ഞാല് അടിച്ചു നിന്നെ ഞാൻ ശരിയാക്കി കളയും. സാധാരണ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കുന്നത് പോലെ ആ പെണ്ണിന്റെ കല്യാണം നടത്തി കൊടുത്തോളണം. അല്ലാഹ് മറച്ചുവെച്ചത് താനെന്തിനാണോ പറയേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ച കാര്യം നിങ്ങളായിട്ട് എന്തിനാ പരസ്യപ്പെടുത്തുന്നത്? ഈ ഒരു ചിന്ത നമുക്ക് വേണം. തെറ്റ് ചെയ്തവരോട് നമ്മൾ എടുക്കുന്ന നിലപാട് വളരെ മോശമാണ് സഹോദരങ്ങളെ, അങ്ങനെ ചെയ്യരുത്. ഒരാൾ മനുഷ്യനാണ്, തെറ്റ് ഏറ്റവും വലിയ രസം എന്താ അറിയും? ഈ വാട്സപ്പുകളില് പാപങ്ങളെ എന്തെങ്കിലും വ്യഭിചാരത്തിനെ കുറിച്ചോ ഒളിച്ചോട്ടത്തിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടെങ്കിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് അതിനൊരു അവസരം കിട്ടിയാൽ അവർ ചെയ്യും. പണ്ട് ചായക്കടയിൽ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞാൽ ചായക്കടയിൽ ഒരു ഗ്ലാസ് ചായയും പിന്നെ പച്ച ഇറച്ചിയാണ് തിന്നല്. ഇപ്പൊ ആ ചായക്കട വാട്സപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വാട്സപ്പിലാണ് കളി. ഉള്ളതും ഇല്ലാത്തതും ചപ്പും ചവറും മുഴുവൻ പരസ്പരം പറഞ്ഞിങ്ങനെ പ്രചരിപ്പിക്കും. ഒരു മടിയില്ല മനുഷ്യന്മാർക്ക്. ഒന്ന് ആലോചിച്ചപ്പോ എന്റെ പെങ്ങളെ കുറിച്ച് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ, എന്റെ ഭാര്യനെ കുറിച്ച് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ, എന്റെ ഉമ്മാനെ കുറിച്ച് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എനിക്ക് സൈക്കോ. ഉള്ളതാണെങ്കിലും ഇല്ലാത്താണെങ്കിലും സഹോദരങ്ങളെ, ഏതോ ഒരുത്തന്റെ പെങ്ങളല്ലേ, ഏതോ ഒരുത്തന്റെ ഭാര്യയല്ലേ, ഏതോ ഒരുത്തന്റെ ഉമ്മയല്ലേ, എന്തായി നമ്മൾ ചിന്തിക്കണില്ല? എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യന്മാരല്ലാതായി പോണത്? എന്തുകൊണ്ടാണ് മനുഷ്യത്വം നമ്മുടെ മനസ്സിൽ എടുത്തു മാറ്റപ്പെടുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ? സഹോദരങ്ങളെ, തെറ്റ് ചെയ്തവരോട് നമ്മൾ എടുക്കുന്ന നിലപാട് പൂർണ്ണമായും തെറ്റാണ്. അത് മാറ്റേണ്ടതാണ്. ഈ പണ്ഡിതൻ 100 പേരെ കൊന്ന മനുഷ്യൻ ഈ പണ്ഡിതന്റെ അടുത്ത് വന്നപ്പോ പണ്ഡിതൻ പറഞ്ഞത്, ഇറങ്ങിപ്പോടോ വൃത്തികെട്ടവനെ, നാണം കെട്ടവനെ, മാനം കെട്ടവനെ, നിനക്ക് ഇവിടെ സ്ഥാനമില്ല എന്നല്ല പണ്ഡിതൻ പറഞ്ഞത്. അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഈ പണ്ഡിതൻ പറഞ്ഞു, തീർച്ചയായും ഇന്നല്ലാഹ റഹീം, അല്ലാഹു കാരുണ്യവാനാണ്,
അള്ളാഹു കാരുണ്യവാനാണ്, നിനക്ക് പശ്ചാത്താപമുണ്ട്, നിനക്ക് പാപമോചനമുണ്ട് എന്ന് അയാളെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം കരഞ്ഞു പോയിട്ടുണ്ടാകും. പാറ പോലെ ഉറച്ച ഹൃദയമുള്ള ആ മനുഷ്യന്റെ ഹൃദയം തകർന്ന് തരിപ്പണമായിട്ടുണ്ടാകും ഈ പണ്ഡിതന്റെ വാക്കുകൾക്ക് മുന്നിൽ. ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, എങ്കിൽ ഉസ്താദേ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് എന്റെ റബ്ബ് പുറത്തു തരാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാണ്. ആ മനുഷ്യന്റെ മനസ്സ് നോക്കി, അയാൾ എന്തും സ്വന്തം ജീവൻ വരെ, സ്വന്തം ചങ്കിലെ ചോര വരെ സമർപ്പിക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തോട് ഈ ഉസ്താദ് പറഞ്ഞു, ഒന്നും നീ ചെയ്യണ്ട, ഒന്നും നീ ചെയ്യണ്ട. ഇന്ന് നീ ജീവിക്കുന്ന നിന്റെ നാട്ടിൽ നിന്ന്, നിന്റെ കൂട്ടുകെട്ടിൽ നിന്ന് നീ ഒന്ന് പോയിക്കോ. എവിടേക്ക്? നല്ല ആളുകൾ ജീവിക്കുന്ന, നല്ല മനുഷ്യന്മാര് ജീവിക്കുന്ന, നന്മയുടെ മനസ്സുകളുള്ള നാട്ടിലേക്ക് നീ പലായനം ചെയ്യണം എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഓരോ വില്ലന്റെ പിറകിലും, ഓരോ കൊള്ളക്കാരന്റെ പിറകിലും കൂട്ടുകാരുടെ സ്വാധീനമില്ലേ? അല്ലെ? എങ്ങനെയായി നാട്ടിലും അങ്ങാടികളിലും കാണുന്ന റൗഡികൾ ഉണ്ടാവുന്നത്? ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിൽ ഏതെങ്കിലും കാരണം കൊണ്ട് ഒരാൾ അടിച്ചു പോയിട്ടുണ്ടാവും. അടിച്ചു കഴിഞ്ഞ് കൂട്ടുകാരുടെ അടുത്തേക്ക് തിരിച്ചെത്തിയപ്പോ കൂട്ടുകാര് പറയാ, സൂപ്പർ ആക്കി മോനെ, ഉഷാറാക്കി, ഓനക്കത് കിട്ടേണ്ടതാ, നീ ആൺകുട്ടിയാടാ എന്ന് പറഞ്ഞ് രണ്ട് അഭിനന്ദനം കൊടുക്കുമ്പോ പിന്നെ ഓനങ്ങ് കയറി കുളിച്ചുമ്മ കയറി. പിന്നെ ഓനെന്താ അതിനുള്ള അവസരം, ഈ അഭിനന്ദനങ്ങൾ നേടാൻ വേണ്ടിയുള്ള അവസരങ്ങൾ നേടി ഇങ്ങനെ നടക്കുക. പിന്നെ കൈയടികളായി, പ്രോത്സാഹനങ്ങളായി, ഗ്യാങ്ങായി, ഒരുപാട് അനുയായികളായി, ആരാധകന്മാരായി, റൗഡിയായി, തെമ്മാടിയായി, കൊലപാതകിയായി, കൊള്ളക്കാരനായി മനുഷ്യൻ മാറുന്നത് ഇങ്ങനെയാ. കൂട്ടുകെട്ടിന്റെ സ്വാധീനം. നിങ്ങൾ വേറൊരു സംഗതി അറിയോ? നരകത്തിൽ വെച്ച് ചില ആളുകളുടെ വിലാപം എന്താ അറിയോ? നരകത്തിൽ വെച്ച് ചില ആളുകൾ വിലപിക്കുകയാണ്, അല്ലാഹുവേ, എന്റെ ഈ വൃത്തികെട്ടവൻ ഞാൻ എന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എന്ന് നരകത്തിൽ വെച്ച് ചില ആളുകൾ വിലപിക്കുക. അതിന്റെ കാരണം എന്താ? കൂട്ടുകെട്ട്. ഒന്നും വേണ്ട, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു +2 പഠിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് എല്ലാ വിഷയങ്ങളിലും A+ കിട്ടി വിചാരിക്കാം. ഈ A+ കൊണ്ട് ആദ്യം ഉമ്മാന്റെ അടുത്ത് വരാം. ഉമ്മ നിറകണ്ണുകളുമായി ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നെറുകയിൽ ചുംബിച്ചു പറയാ, മോനെ, ഉമ്മാന്റെ ദുആ നിനക്കെന്നുണ്ട്. വാപ്പാന്റെ അടുത്ത് പോവാ, വാപ്പ തോളത്ത് തട്ടിക്കൊണ്ട്, നീ വാപ്പാന്റെ കുട്ടിയാണ്, നീ ഉഷാറാവുന്ന പറ്റ അഭിനന്ദിക്ക. ഇക്കാക്കാന്റെ അടുത്ത് പോവാ, ഇക്കാക്കയും പറയും ഷെയ്ക്കാന്റെ കൊടുത്തിട്ട്, മാഷാ അല്ലാ, നീ കണ്ട പോലെ നല്ലല്ലോ, ആള് ഉഷാറാണല്ലോ എന്ന് പറഞ്ഞ് അഭിനന്ദിക്ക. കൂട്ടുകാരന്റെ അടുത്ത് പോകാ, എന്താ കൂട്ടുകാരൻ പറയാ? എടാ ചതിയാ, അല്ലേ? എടാ ചതിയാ, നീ ഇത്രയും മാർക്ക് വാങ്ങില്ലേ, ഇനി ഞാൻ എങ്ങനെ എന്റെ ഉമ്മാന്റെ വാപ്പാന്റെ മുഖത്തേക്ക് നോക്ക? ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ പോവുക? നീ എനിക്ക് ചീത്ത വാങ്ങിത്തര, എന്നിട്ട് തെറ്റും, അല്ലെ? എനിക്കറിയാം അങ്ങനെ ഒരു, അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ പറയണത്. നല്ല കാര്യങ്ങളിൽ സഹകരിക്കുന്ന കൂട്ടുകെട്ട് വളരെ വിരളമാണ്. എന്നാൽ മോശം കാര്യങ്ങളിൽ സഹകരിക്കാനുള്ള കൂട്ടുകെട്ട് എമ്പാടുമുണ്ട്. നിങ്ങൾക്കറിയോ, പട്ടിണി കിടന്നിട്ടും കൂട്ടുകാരന് സിഗരറ്റ് വാങ്ങിക്കൊടുക്കും. പട്ടിണി കിടന്നിട്ടേ, നിങ്ങൾ കണ്ടിട്ടില്ലേ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ തമ്മിലുള്ള ഒരു കൊളാബറേഷൻ കണ്ടിട്ടില്ലേ? സ്വന്തം ചുണ്ടത്തുനിന്ന് കുറ്റി എടുത്തിട്ട് മറ്റവന്റെ കുറ്റിക്ക് ഇങ്ങനെ വെച്ചു. അത്രക്ക് സ്നേഹാണ്. എന്തൊരു സ്നേഹാണ്! കള്ളിഷാപ്പിന്റെ മുന്നിലുള്ള ക്യൂ കണ്ടിട്ടില്ലേ? റേഷൻ കടയുടെ മുന്നിൽ ക്യൂ നിന്ന് അവിടെ തല്ലാണ്. കറണ്ട് ബില്ലടക്കാൻ നിന്നാൽ അവിടെയും തല്ലാണ്. ഫോൺ ബില്ലടക്കാൻ നിന്നാൽ അവിടെ എവിടെയും തല്ലുണ്ടാക്കുന്ന മനുഷ്യന്മാര് സ്നേഹത്തോടെ, രഞ്ജിപ്പോടെ, യോജിപ്പോടെ ഒരു സ്ഥലത്ത് ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കള്ളിഷാപ്പിന്റെ മുന്നിലാ. കാരണം അവിടെ എല്ലാരും പരസ്പരം ബഹുമാനിച്ച്, പരസ്പരം ആദരിച്ച് അങ്ങനെ നിൽക്കും. കാരണം എന്താ? ശൈത്താൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്വീനാണ്. ശൈത്താൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മോശമായ കാര്യങ്ങൾ എത്രമാത്രം സഹകരണം കൂട്ടുകാർ തമ്മിലുണ്ട്. ഒരാൾക്ക് ഒരു പെണ്ണിനോട് പ്രേമം തോന്നാം, ആദ്യം ആരോടാ പറയാ? ഉമ്മാനോടാ. ഉമ്മ, എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണ് പറയോ? ബാപ്പാനോട് പോയി പറയോ, ബാപ്പ എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറയോ? ഇക്കാക്കാനോട് പോയിട്ട് പറയോ, ഇക്കാക്ക എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണെന്ന്. പിന്നെ ആരോടാ പറയാ? ബെസ്റ്റ് ഫ്രണ്ടിനോട് പോയിട്ട് പറയും, എടാ കുറച്ച് നാളായിട്ട് മനസ്സിൽ ഭയങ്കര തീയാണ്. എന്താണ് ആ തീ? ആ പെണ്ണിനോട് വല്ലാത്ത മുഹബത്താൻ, എങ്ങനെ ഓളൊന്ന് വളക്ക, നിന്റെ അടുത്ത് വല്ല ഐഡിയ ഉണ്ടോന്ന് ആദ്യം ആരോടാ പോയി ചോദിക്കാം? കൂട്ടുകാരനോട്. പിന്നെ ലവ് ലെറ്റർ എഴുതി കൊടുക്കുന്നത് ആരാ? പിന്നെ എല്ലാ കുടാമണ്ട്രിയും കാണിച്ചു കൊടുക്കുന്നത് ആരാ? കൂട്ടുകാരൻ. സകല തിന്മകൾക്കും കൂട്ടുനിൽക്കാൻ കൂട്ടുകാരൻ. ഒരു കൂട്ടുകാരന് ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചാല് ലവ് സ്റ്റോറിയുടെ ഫസ്റ്റ് ടു എൻഡ് കൃത്യമായിട്ട് അറിയാം, അല്ലെ? ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യനെ അവനാക്കി മാറ്റുന്നത് അവന്റെ കൂട്ടുകെട്ടാണ്. അതുകൊണ്ടാണ് ഈ പണ്ഡിതൻ 100 പേരെ കൊന്ന ഈ മനുഷ്യരോട് പറഞ്ഞത്, നീ നിന്റെ നാട്ടിൽ നിന്ന് പോയിക്കോ, നല്ല ആളുകൾ ജീവിക്കുന്ന, നല്ല മനുഷ്യന്മാര് ജീവിക്കുന്ന നാട്ടിലേക്ക് നീ പലായനം ചെയ്തോ എന്ന് പറഞ്ഞപ്പോ ആ പണ്ഡിതന്റെ വാക്കനുസരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്തു മറ്റൊരു നാട്ടിലേക്ക്. പകുതിക്ക് വെച്ച് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം വന്നു.
മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ഇയാളുടെ റൂഹ് പിടിക്കാൻ തുനിഞ്ഞപ്പോ ആകാശലോകത്ത് നിന്ന് രണ്ട് ഭാഗത്ത് നിന്നും മലക്കുകൾ വന്നു. ഒരു ഭാഗത്ത് നിന്ന് റഹ്മത്തിന്റെ മലക്കുകളും മറുഭാഗത്ത് നിന്ന് അദാബിന്റെ മലക്കുകളും. റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇവനെ ഞങ്ങളാണ് കൊണ്ടുപോകുക, കാരണം ഇവൻ പശ്ചാത്തപിച്ചവനാണ്, തെറ്റുകൾ ഏറ്റുപറഞ്ഞവനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവനിൽ അവകാശമില്ല. അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ഇവൻ പശ്ചാത്തപിച്ചിട്ടില്ല, പശ്ചാത്തപിക്കാൻ പോകുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇവന്റെ ആത്മാവെന്ന് പറഞ്ഞ് റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും തമ്മിൽ തർക്കായിതാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൂതനെ അയച്ച് ഇടപെട്ടു. ആ ദൂതൻ പറഞ്ഞു, ഇവൻ പോകുന്ന നാട്ടിലേക്കാണോ, നല്ല നാട്ടിലേക്കാണോ, അതല്ല ഇവൻ വരുന്ന നാട്ടിലേക്കാണോ, വൃത്തികെട്ട നാട്ടിലേക്കാണോ ഇവന്റെ കാൽപാദങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത് എന്ന് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് വിധി നിർണയിക്കുക. ഇവൻ പോകുന്ന നല്ല നാട്ടിലേക്കാണ് ഇവന്റെ കാൽപാദങ്ങൾ അടുത്തിരിക്കുന്നതെങ്കിൽ ഇവനെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോകുക. ഇവൻ കടന്നു വരുന്ന വൃത്തികെട്ട നാട്ടിലേക്കാണ് ഇവന്റെ കാൽപാദങ്ങൾ അടുത്തിരിക്കുന്നത് എങ്കിൽ അദാബിന്റെ മലക്കുകളും ഈ മനുഷ്യനെ കൊണ്ടുപോകുക എന്ന് ഈ ദൂതൻ പറഞ്ഞു കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും ഈ രണ്ട് നാടും ഇയാളുടെ കാൽപാദങ്ങളും തമ്മിലുള്ള ദൂരം വളർന്നു നോക്കുകയും ഒരൊറ്റ അടി മാത്രം ഈ നല്ല മനുഷ്യന്മാര് ജീവിക്കുന്ന നാടുമായി അടുത്ത് നിൽക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ ഈ മനുഷ്യന്റെ ആത്മാവിനെ സുഗന്ധദ്രവ്യങ്ങളിൽ പൊതിഞ്ഞുകൊണ്ട് ആകാശലോകത്തേക്ക് കൊണ്ടുപോയി. നാളെ റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ ഈ മനുഷ്യനുണ്ടാകും. 100 പേരെ കൊന്ന ഈ മനുഷ്യൻ സ്വർഗത്തില്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വ്യാപ്തിയാണ്, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വ്യാപ്തിയാണ്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്. ആകാശഭൂമികളോളം വ്യാപ്തിയുള്ള അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക, പാഞ്ഞെടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തെ വരവേൽക്കുമ്പോ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ചെയ്തു പോയ പാപങ്ങൾ മുഴുവൻ അല്ലാഹുവിനെ കൊണ്ട് പൊരുത്തപ്പെടുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മിമ്പറിന്റെ മുകളിലേക്ക് കയറുമ്പോൾ 3 വട്ടം ആമീൻ പറഞ്ഞു എന്നാണ്. താഴെയിറങ്ങിയപ്പോൾ അനുയായികൾ ചോദിച്ചു, അല്ല റസൂലേ, പതിവില്ലാത്ത വിധം മിമ്പറിന്റെ മുകളിൽ കയറുമ്പോൾ 3 വട്ടം താങ്കൾ ആമീൻ പറഞ്ഞല്ലോ, എന്താ അതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ഞാൻ മിമ്പറിൽ കയറുമ്പോ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുത്ത് വരികയും 3 പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു. ആ പ്രാർത്ഥനകൾക്ക് ഞാൻ ആമീൻ പറഞ്ഞതാണ്. അതിൽ ഒരു പ്രാർത്ഥന എന്താണ്? റമദാൻ മാസം കടന്നു വരികയും പാപം പൊറുപ്പിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തവനെ അല്ലാഹു ശപിക്കട്ടെ, അല്ലാഹു ശപിക്കട്ടെ, അല്ലാഹു ശപിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും ഖാതമുൻ നബിയീൻ അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയുകയും ചെയ്തു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അച്ചട്ടാണ്, ഒരു സംശയമില്ല, എന്തായാലും ഉത്തരം ലഭിക്കും സഹോദരങ്ങളെ. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ശാപം നമുക്കാർക്കും ലഭിക്കാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാൻ മാസം പാപം കഴുകിക്കളയുക തന്നെ വേണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താ? റമദാൻ മാസത്തിന്റെ പ്രത്യേകതയായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് എന്താ? അല്ലാഹ് തന്നെ പറയട്ടെ, ശഹ്റു റമദാൻ അല്ലദീ أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر. شهر رمضان ماسم الذي أنزل فيه القرآن മാസത്തിലാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചത്. വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മാനവരാശിക്ക് മാർഗദർശനമായി കൊണ്ട് സത്യമേത് അസത്യമേത്, ധർമ്മമേത് അധർമ്മമേത്, നീതിയേത് അനീതി എന്ന് മാനവരാശിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മാർഗദർശക ഗ്രന്ഥമായി കൊണ്ട് ഈ ലോകത്തേക്ക് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധ റമദാൻ.
എന്നിട്ട് ആ ഖുർആൻ അവതരിച്ച കാര്യം പറഞ്ഞിട്ട് തൊട്ടടുത്ത് അല്ലാഹ് പറയാ ഫ അതുകൊണ്ട് എന്ന സൂചനയുടെ വാക്കാണ് ഫ മൻ ഷഹിദ. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ആ മാസത്തിൽ സാക്ഷ്യം വഹിച്ചാൽ ഫല്യസും, അവൻ നോമ്പെടുത്തു കൊള്ളട്ടെ. അപ്പോ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ റമദാൻ മാസം വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയത് തന്നെ എന്തുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉള്ളത് കൊണ്ടാണ്. ഈ പരിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഈ പരിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ഖൗമിന്റെ മതത്തോടുള്ള ബന്ധത്രയാണ് നിങ്ങൾക്കറിയാം. നമ്മുടെ ഖൗമിന്റെ മതത്തോടുള്ള ബന്ധത്രയാണ്. ഒരു അനുഭവം നിങ്ങളായിട്ട് പങ്കുവെക്കുക. അതായത് മാതൃഭൂമിയിൽ റസൂലുള്ളാഹിക്കെതിരെ ഒരു ശക്തമായ ആരോപണവും ഒരു തെറിവിളിയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രതിഷേധ സംഗമം കോഴിക്കോട് നിച്ച് ഓഫ് ട്രൂത്ത് നടത്തി. അതില് പിന്നെ ഷെരീഫ് മലേദിന്റെ പ്രസംഗമൊക്കെ കേട്ട് ഞങ്ങളെ നാട്ടിലുള്ള കുറച്ച് നാട്ടുകാർ തിരിച്ച് കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് വരുമ്പോൾ ആ മാതൃഭൂമി പത്രം എഴുതിയത് എത്രത്തോളം മനസ്സിന് വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനേക്കാൾ വേദന ഉണ്ടാക്കുന്ന ചില സംഗതികൾ കാണാനും കേൾക്കാനും കഴിഞ്ഞു. എന്താ നിങ്ങളോട് പറഞ്ഞു? ഒരു കൊയിലാണ്ടി വടകരൊക്കെ ആവുമ്പോൾ നല്ല ഉറക്കായിരുന്നു. ഒരു ശബ്ദം കേട്ടിട്ടാണ് എണീച്ച് നോക്കിയപ്പോ കാണാൻ കഴിഞ്ഞത് കൂടുള്ള ആളുകളായിട്ട് ഒരു 2-3 സഖാഫികൾ നല്ല തറക്കാണ്. അതിന്റെ പാരമ്യത്തിലെത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മുജാഹിദാൻ എന്ന നിലയിൽ തർക്കത്തിൽ പങ്കെടുത്തു. അപ്പൊ സഖാഫികൾ ചോദിക്കുന്ന ചോദിക്കുന്നറിയോ, ഈ ലോകത്ത് അല്ലാഹ് നേരിട്ട് ചെയ്ത് എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? അല്ലാഹ് നേരിട്ട് ചെയ്ത് എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, മഴ പെയ്പ്പിക്കണം മീക്കായി. ഇങ്ങനെ മരിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യണം, മലക്കുൽ മൗത്ത് ഇങ്ങനെയുള്ള ചോദ്യം. അല്ലാഹ് നേരിട്ടൊന്നും ചെയ്യില്ല. നിങ്ങൾ വിശ്വസിക്കുക പറഞ്ഞാല് അവർ പറയുന്ന വാദാണത്. അല്ലാഹ് നേരിട്ടൊന്നും ചെയ്യുന്നില്ല, എല്ലാം ആരൊക്കെയോ മുഖേനയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യവും ആരെങ്കിലും മുഖേനയാവണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അതിന്റെ ഇടയിൽ കൂട്ടത്തിലുള്ള ഒരു വിദ്വാൻകാരി പറഞ്ഞു, അല്ല ആദം നബിനെ അല്ലാഹ് നേരിട്ടല്ലേ സൃഷ്ടിച്ചത്? മണ്ണിനെ കൊണ്ടല്ലേ സൃഷ്ടിച്ചത്? നേരിട്ടല്ലേ? മണ്ണിന്റെ സഹായം അല്ലാഹ്ക്ക് വേണ്ടി വന്നില്ല എന്നാണ് തിരിച്ചു ചോദിച്ചത്. അപ്പോ ഈ മുജാഹിദാരെ തിരിച്ചു ചോദിച്ചു, അപ്പൊ റൂഹൂദിയതോ? അപ്പൊ ബബ്ബേ റൂഹൂദിയതോ? അതൊന്നുണ്ടല്ലോ, അത് അല്ലാഹ് ഊതിയതാണ്. എന്നിട്ട് ഈ തറക്കിങ്ങനെ മൂത്ത് നിൽക്കുക. ഇവരിങ്ങനെ നല്ല ഫോമിലായി. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്ത് മനുഷ്യൻ, നിങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോകാം, വക്കീലിന്റെ അടുത്ത് പോകാം, പിന്നെ എവിടെ എല്ലാ ആവശ്യങ്ങൾക്കും മനുഷ്യന്മാരെ സമീപിക്കാം. പക്ഷേ അള്ളാഹിനോടല്ലാണ്ട് വേറെ ആരോടും സഹായം തേടാൻ പാടില്ല നിങ്ങൾ പറയും ചെയ്യും. പിന്നെ നിങ്ങളെ വാക്കിനും പ്രവർത്തനത്തിനും എന്താണ് ബന്ധമുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ ചോദ്യം ചോദിച്ച വിദ്വാൻ തന്നെ പറഞ്ഞു, ഒരു മിനിറ്റ് നിങ്ങൾ അവിടെ നിൽക്കി, ആ പറഞ്ഞെടുത്ത് നിങ്ങൾ നിൽക്കി. തൊട്ടുപുറത്ത് ഒരു ഹിന്ദു ഇരിക്കുന്നുണ്ട്, മറ്റേ ഇതൊക്കെ കെട്ടി മാല കെട്ടി ഒരു ഹിന്ദു ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞ്? ഡോക്ടറെ അടുത്ത് പോണതും മൊയ്തി ശേഖനെ വിളിക്കുന്നത് ഒരുപോലെയാണെന്നല്ലേ ഇപ്പൊ നിങ്ങൾക്ക് തെളിയിച്ചത്? നിങ്ങൾ ഇത്രയും കൊല്ലം സഖാഫിയായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇല്ലാത്തൊരു വിവരം ഈ മനുഷ്യരുണ്ടെന്ന് ഞാൻ എപ്പോ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ ഹിന്ദുവിനോട് ചോദിക്കാം, അല്ല നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോണതും ഗുരുവായൂരപ്പന്റെ അടുത്ത് പോണതും ഒരുപോലെയാണോ എന്ന് ചോദിച്ചപ്പോ ഈ ഹിന്ദു പറയാം, ഏയ് അതൊന്നും ഒരുപോലെ ആവുക. ഡോക്ടറെ അടുത്ത് പോണതും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോണതും ഒരിക്കലും ഒരുപോലെ അല്ലല്ലോ, അതൊരിക്കലും ഒരുപോലെ അല്ല എന്ന് ഇയാള് പറഞ്ഞു. അപ്പൊ ശരിക്ക് ഈ പറഞ്ഞ സഖാഫിയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. പറഞ്ഞു വരുന്നത് ഈ ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്ന ബുദ്ധി, ഈ കാഫിറായ ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്ന സംഗതി പോലും കാലങ്ങളോളം ഖുർആനും ഹദീസും പഠിച്ചിട്ട് ഈ മനുഷ്യന് മനസ്സിലായിട്ടില്ല. ഇതെല്ലാം നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച വിഷയം. പിന്നെ രണ്ടാമത്, ഈ തർക്കങ്ങളൊക്കെ കഴിഞ്ഞ് സഖാഫിമാരെ മുഴുവനും ട്രെയിനിൽ നിന്നിറങ്ങി ശാന്തമായി എല്ലാം തീർന്നു കഴിഞ്ഞപ്പോ ഇൻസൈഡ് ചെയ്ത ഒരു നല്ലൊരു മുസ്ലിം, ഒരു മാപ്പിള, ഒരു OBC, അദ്ദേഹം നമ്മുടെ അടുത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ തർക്കിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാൽ എത്ര ബോറാണ്. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഇരിക്കണില്ലേ, അവരെ മുന്നിൽ ഇങ്ങനെ തർക്കിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ശരിയാണ്, തർക്കിക്കാൻ പറ്റില്ല. അതെ, അവരങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്, വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല. അതുകൊണ്ട് സമാധാനം പറഞ്ഞു. ശരിയാണല്ലോ, ഒരു സാധാരണക്കാരൻ അങ്ങനെയാണ് തോന്നുക. ഒരു ഈ സുന്നി മുജാഹിദ് തർക്കങ്ങള് അങ്ങനെയുള്ള വിഷയങ്ങൾ പൊതുവേദികളിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കസറത്ത് കളിക്കുമ്പോ സാധാരണക്കാരന് തോന്നുന്ന ഒരു വികാരം അദ്ദേഹം അത് പറഞ്ഞു. എന്നിട്ട് അപ്പോ ഒരു മതിപ്പ് തോന്നി, ഒരു കൗമിനോട്, മുസ്ലിം സമുദായത്തോട് ഒരു സ്നേഹമുണ്ട് ഇയാൾക്ക് എന്നൊരു മതിപ്പുണ്ടാവില്ല മനസ്സിൽ, അത് തോന്നി. തൊട്ടടുത്ത വാക്കിൽ അത് അയാൾ മുഴുവൻ കളഞ്ഞു.
അയാൾ പറയാ, നമുക്ക് അള്ളാഹ് ശരിക്കും പഠിപ്പിച്ചു തന്നിട്ടില്ല എന്താ വേണ്ടത്. നമ്മൾ ആദ്യം അള്ളാഹിനെ സ്നേഹിക്കുക, പിന്നെ ഉമ്മാനെ സ്നേഹിക്കുക, പിന്നെ ഇനി പറയാൻ പോകുന്ന ഇത് വല്ലാഹി സത്യം, വല്ലാഹി സത്യം, വല്ലാഹി സത്യം, സത്യമാണ്. ഇത് ഞാൻ ഉണ്ടാക്കി പറയണതല്ല. നിങ്ങൾ അങ്ങനെ കാരണം ഇത് കേട്ട് ഞങ്ങൾ അങ്ങനെ ധരിച്ചു. അത്രത്തോളം പോഷ്കട പറഞ്ഞ് ഇത് കേട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഖുർആനും ഹദീസുമായിട്ട് മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധം കാണിക്കാനാണ്, എത്രത്തോളം അവർക്ക് അറിയാതെ കാണിക്കാനാണ്. ഇത് പറഞ്ഞതാണ് ഞാൻ മാത്രമല്ല, അതിൽ വേറെ കുറെ ആൾക്കാരെ സാക്ഷിയുണ്ട്. അദ്ദേഹം പറയാ, ആദ്യം അള്ളാഹിനെ സ്നേഹിക്കാം, പിന്നെ ഉമ്മാനെ സ്നേഹിക്കാം, പിന്നെ മുഹമ്മദ് നബിനെ സ്നേഹിക്കാം. അപ്പൊ സംശയം അല്ല, ആദ്യം അള്ളാഹിനെ പിന്നെ ഉമ്മാനെ പിന്നെ മുഹമ്മദ് നബിനെ അല്ലല്ലോ, ആദ്യം അള്ളാഹിനെ. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പിന്നെ മുഹമ്മദ് നബി അല്ലേ സ്നേഹിക്കേണ്ടത്? അള്ളാഹിനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് നബി അല്ലേ സ്നേഹിക്കേണ്ടത്, ഉമ്മാനല്ലല്ലോ. മുഹമ്മദ് നബി കഴിഞ്ഞിട്ടല്ലേ ഉമ്മയുള്ളൂ. അപ്പൊ ഇയാള് പറഞ്ഞു, അല്ലല്ലല്ല, ആദ്യം അള്ളാഹ് പിന്നെ ഉമ്മ പിന്നെ മുഹമ്മദ് നബിയാണ്. നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? നമ്മളെ സലാത്ത് തന്നെ, നമ്മളെ സലാത്തിലെ പറഞ്ഞിട്ടില്ലേ? എന്താ സലാത്തിൽ പറഞ്ഞത്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, ആദ്യം അള്ളാഹ് പിന്നെ ഉമ്മ പിന്നെ മുഹമ്മദ്. നിങ്ങൾ ആദ്യം അള്ളാഹ് പിന്നെ ഉമ്മ പിന്നെ മുഹമ്മദ്. അള്ളാഹു ഉമ്മ എന്ന് പറയണില്ലേ? ഈ പാവം ധരിച്ചു വെച്ചിരിക്കണത് അള്ളാഹ് കഴിഞ്ഞിട്ട് ഉമ്മാനെ പറയണെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം അള്ളാഹ് പിന്നെ ഉമ്മ പിന്നെ മുഹമ്മദ് നബി. നിങ്ങൾ വിശ്വസിക്കും ഇത് പറഞ്ഞാല്? ഇത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അത്രത്തോളം തരംതാകുന്ന തരത്തിലാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, സഹോദര, അള്ളാഹുമ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹ് കഴിഞ്ഞിട്ട് ഉമ്മ എന്നല്ല. അള്ളാഹുമ്മ എന്ന് പറഞ്ഞാല് അള്ളാഹ്ന്ന് വിളിക്കുന്നതാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അള്ളാഹുവേ മുഹമ്മദ് നബിക്ക് നീ നന്മ ഉണ്ടാക്കണം എന്നുള്ള പ്രാർത്ഥനയാണത്. അല്ലാതെ ആദ്യം അള്ളാഹ് പിന്നെ ഉമ്മ പിന്നെ മുഹമ്മദ് നബി അല്ല എന്നാ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തപ്പോ ആ മനുഷ്യൻ പറയാ, അപ്പൊ ഈ ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ അല്ലല്ലേ, അള്ളാഹിനെ വിളിക്കാണ്. അപ്പോഴാണ് അയാൾക്ക് തിരിയുന്നത്. ഞാൻ മനുഷ്യനിരുന്ന ഞാൻ പറഞ്ഞു തരുന്നത് ഒരു സാദാ സീത മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അവന് ദീനുമായിട്ട് ബന്ധമുണ്ട്, എത്രത്തോളം അവന് ദീനുമായിട്ട് അറിവുണ്ട് എന്ന് പരിശോധിച്ചാൽ നമ്മൾ അന്തം വിട്ടു ഒന്നും അറിയില്ല. നമ്മൾ അത്തയ്യാത്തു ചെല്ലുന്ന അവസ്ഥ. നമ്മൾ ഒരു +2 ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിനെ വിളിക്കുക, എന്നിട്ട് നിസ്കാരത്തിൽ അത്തയ്യാത്തൊന്ന് ചലിച്ചു നോക്കേ, ഓൻ എങ്ങനെ പോവും? അത്തയ്യാത്തുൽ മുബാറകാത്ത് സലവാത്തു തയ്യിബാത്തില്ല, നിക്ക് സലവാത്തു 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 അത്തയ്യാത്തുൽ മുബാറകാത്ത് സലവാത്ത്, അങ്ങനെ ചെല്ലാൻ പറ്റുള്ളൂ. അത്തഹിയാത്തുൽ തുടങ്ങിയാൽ ഒരൊറ്റ വിടൽ വിട്ടിട്ട് മസീഹ് ദജ്ജാൽ വരെ പോകണം. അതിന്റെ ഇടയിൽ നിന്ന് പോയാൽ പിന്നെ ആദ്യം തൊട്ട് അത്തഹിയാത്ത് തുടങ്ങണം. അല്ലേ? എത്ര ആൾക്കാർ ചിരിക്കുന്നുണ്ട്, എത്ര ആൾക്കാരുടെ കൂട്ടത്തിൽ. അതുപോലെ അത്തയ്യാത്തിൽ തുടങ്ങിയാൽ ഒരൊറ്റ വിടൽ വിട്ടിട്ട് മസീഹ് ദജ്ജാലിന് മാത്രമേ നിർത്തുള്ളൂ. അതിന്റെ ഇടയിൽ ഒരു സ്റ്റോപ്പ് വന്നു പോയാൽ പിന്നെയും തലക്കെന്ന് തുടങ്ങണ്ടേ അത്തയ്യാത്തിൽ. ഞാൻ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. ഫാത്തിഹ ഓതുന്ന കോലം കണ്ടിട്ടുണ്ടോ? ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാലികി യൗമിദ്ദീൻ അങ്ങനെ ഫാത്തിഹ ഓതുന്നുണ്ട് സുന്നത്ത് നിസ്കാരത്തിൽ. അതിന്റെ ഇടയ്ക്ക് ബിളുബിളുന്നാക്കിയിട്ട് അർറഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഫാത്തിഹ, ഒരാൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോ ഓരോ ആയത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കാൻ. അർറഹ്മാനിർ റഹീം, എന്നെ അടിമ എന്നെ വാഴ്ത്തിരിക്കാൻ. റബ്ബിന് സമയം കൊടുക്കണ്ടേ കൂട്ടരെ? അള്ളാഹ്ക്ക് പറയാനൊരു, ഞാൻ പറഞ്ഞു തരാം, അസ്തഗ്ഫിറുല്ലാഹ്, പറയാനൊരു സമയം, ഒരു ഗ്യാപ്പ് വേണ്ടേ? അൽഹംദുലില്ലാഹ് തുടങ്ങിക്കഴിഞ്ഞാൽ 5-10 സെക്കൻഡ് കൊണ്ട് ഫാത്തിഹ അങ്ങോട്ട് തീരാ. എന്തെങ്കിലും അറിയോ ഫാത്തിഹന്റെ അർത്ഥം? പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. ശപിക്കപ്പെട്ട പിശാചിന്റെ ശർറിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പോകും. മോനെ, അർറഹ്മാൻ റഹീമിന്റെ അർത്ഥം എന്താ? ശപിക്കപ്പെട്ട പിശാചിന്റെ ശർറിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നിട്ട് ആദ്യം തൊട്ട് ഇങ്ങനെ പറയും. ഇടയിൽ ചോദിച്ചാൽ കിട്ടൂല, ഫാത്തിഹന്റെ അർത്ഥം അറിയില്ല. അറിയോ? കൈപൊക്കാൻ പറയണോ? വേണ്ട, അത് മോശം ഏർപ്പാടേക്കൊണ്ട് പറയണില്ല. ഫാത്തിഹന്റെ അർത്ഥം തെറ്റാതെ പറയാൻ അറിയണ എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തില്? പോട്ടെ, ഇദാ ജാ നസ്റുല്ലാഹിയും വല്ലസ്റും ഓതിയിട്ട് കാലങ്ങളായില്ലേ? ഈ 2 സൂറത്ത് ഏകദേശം ഒരു 5-10 വർഷങ്ങളായിട്ട് ഈ 2 സൂറത്തും കാളിക്കണ എത്ര ആൾക്കാരുണ്ട്? ദൂരസ്കാരത്തിന് ഇദാജായും വല്ലസരാണെങ്കിൽ അസ്രസ്കാരത്തിന് വല്ലസര ഇദാജായി, പിന്നെ മരുസ്കാരത്തിന് ഇദാജായും വല്ലസരും, പിന്നെ ഇങ്ങനെ മാറ്റി ഈ 2 സൂറത്ത് അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. കുലിയാൽ കാഫിറിന് ഓതിയാൽ തീരൂല അല്ലേ? ആ അവസ്ഥയിൽ എത്ര ആൾ ഖുർആനായിട്ടൊരു ബന്ധമില്ല, മതമായിട്ടൊരു ബന്ധമില്ല, ദീനുമായിട്ടൊരു ബന്ധമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, ഈ ഡീസന്റ് ആയിട്ട് നടക്കുന്ന ആളുകൾ, ഈ സാമൂഹ്യ സ്നേഹികളായിട്ട് നടക്കുന്ന ആളുകൾ, ഇവരുടെ കഥയാണ് പറഞ്ഞത്. ഇവർക്ക് ദീനായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല, പരിശുദ്ധ ഖുർആനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല.
ഇവരുടെ സ്വഭാവത്തിനോ പെരുമാറ്റത്തിനോ അറിവിനോ പരിശുദ്ധ ഖുർആനുമായി ഒരു ബന്ധവുമില്ല. സഹോദരങ്ങൾ, എന്തൊരു ദുരന്തത്തിലേക്കാണ് ഈ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തൊരു വൃത്തികേടിലേക്കാണ് ഈ അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ ഈ മുളച്ചു പൊങ്ങുന്ന ഒരുപാട് സംഗതികൾ. എന്തുകൊണ്ടാ പുരോഹിതന്മാർ അടക്കി വായു നമ്മുടെ സമുദായത്തെ? എന്തുകൊണ്ടാ അതർ ബാക്ക്വാർഡ് കമ്മ്യൂണിറ്റി എന്ന ചീത്തപ്പേര് മുസ്ലിം സമുദായത്തിന് കേരളക്കരയിലെ ഇന്ത്യയിൽ പോകാത്തെന്തുകൊണ്ടാ? അറിവ് നേടുകയും തേടുകയും ചെയ്യുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും മുസ്ലിമത്തിന്റെയും ബാധ്യതയാണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ അനുയായികൾ ഇന്നും ഗവൺമെന്റ് ഓഫീസുകളുടെ മുന്നിൽ പോയി സംവരണത്തിന് വേണ്ടി ക്യൂ നിൽക്കുക. അതർ ബാക്ക്വാർഡ് കമ്മ്യൂണിറ്റി, മറ്റു പിന്നോക്ക സമുദായം എന്ന് പറഞ്ഞ് സകല മത്സര പരീക്ഷകളിലും ഗവൺമെന്റിന്റെ അച്ചാരത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കേണ്ട ഗതികേട് എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റാൻ തയ്യാറായിട്ടില്ല. അള്ളാഹ് കൊടുത്ത ബുദ്ധി ഒന്ന് തുറന്നിട്ട് ചിന്തിക്കാൻ ഈ മനുഷ്യർ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. എന്ത് പറഞ്ഞാലും ഉസ്താദ് സഹോദരങ്ങളെ, ഏതു പുരോഹിതനെയും അണ്ണാക്ക് തൊടാതെ വീങ്ങാൻ റസൂൽ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പൗരോഹിത്യം പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ ഒരാൾ ഒരുമിച്ച് നടക്കുമ്പോ അയാളൊന്ന് കുറച്ച് പിറകോട്ടായി പോയ റസൂൽ എന്താ പറയാ? എടോ, എന്തിനാ നീ പിറകോട്ട് നടക്കുക? എന്റെ കൂടെ നടക്ക്, പിറകിൽ നടന്നിട്ട് എന്നോട് ബഹുമാനം കാണിക്ക. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സദസ്സിലേക്ക് പോകുമ്പോ അവിടെയുള്ള ആളുകൾ എഴുന്നേറ്റ് റസൂൽ എന്താ ഇരിക്കേ? എഴുന്നേറ്റ് പോകരുത്. റസൂലിന്റെ മറുപടിയാണ് എഴുന്നേൽക്കരുത്. ജൂത ക്രിസ്ത്യാനികളും പേർഷ്യക്കാരും റോമക്കാരും അവരിലെ മുതിർന്ന ആളുകളെയും പ്രമാണിമാരെയും ബഹുമാനിക്കാൻ എഴുന്നേൽക്കുന്നത് പോലെ എന്നെ കാണുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്. ഇവിടുത്തെ അവസ്ഥ എന്താ? അനുയായി ദൂരത്ത് വരുമ്പോ തന്നെ ഉസ്താദ് ഒരു കൈയോട് ഫോൺ വിളിച്ച് അങ്ങോട്ട് നോക്കിയിട്ട് മറ്റേ കൈ ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്തിനാ മുത്താൻ? ഇതിലെവിടെ റസൂലിന്റെ മാതൃക? സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് കേട്ടൊരു ക്ലിപ്പ് എന്താ അറിയും? വാട്സപ്പില് ഒരു വിഭാഗത്തിലെ ഒരു കാര്യമായ ഒരു മുരീദ് എന്ന് പറയുമ്പോ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആർക്കാണ് മുരീദുകൾ ഉണ്ടാകുന്ന പ്രത്യേകം പേരെടുത്ത് പറയണ്ടല്ലോ, പറയാതെ നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ഒരു മുരീദ് പിന്നെ മറുപടി കൊടുക്കാണ് വാട്സാപ്പിൽ. ബാക്കിയുള്ള സംഘടനക്കാർക്ക് എന്താ മറുപടി കൊടുക്കാറിയോ? നിങ്ങൾ എന്തിനാ ഞങ്ങളെ വിമർശിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയണത്? ഉസ്താദിന്റെ വേർപ്പ് തുടച്ച ടിഷ്യൂ എടുത്തതിനോ? ഇനിയും പറക്കണോ? ഉസ്താദ് വേർപ്പ് തുടച്ച ടിഷ്യൂ ഞങ്ങൾ ഇനിയും പറക്കും. എനിക്ക് കിട്ടിയ ഞാനത് എടുത്തിട്ട് എന്റെ ഷെൽഫിൽ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ഈ ധ്യാന് ഇത്രയും കൂടി കൂട്ടി പറയും. എന്താ അറിയോ? ഉസ്താദ് തുപ്പിയ ഉമിനീര് കിട്ടിയാൽ ഞാനത് കുടിക്കും. വല്ലാഹി, ഉസ്താദ് കുടിച്ച ഉമിനീര് കിട്ടിയാൽ ഞാനത് കുടിക്കും. എന്നിട്ട് പോട്ടെ, അത് പറഞ്ഞോട്ടെ. അത് അവരുടെ നാച്ചുറലി അതല്ല. അതിന്റെ അപ്പുറത്ത് പറയുന്നത് എന്താ അറിയോ? എന്നാൽ ആ മഹാഭാഗ്യം ഈ പാപിക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തെ നേരിട്ട് കണ്ടാലൊന്ന് ചോദിക്കായിരുന്നു, എന്താ ചങ്ങാ ഇത്ര വലിയ ഭാഗ്യം? ഉസ്താദിന്റെ വീട്ടുമുറ്റത്ത് പോയിട്ട് തൊള്ളയും തുളച്ച് നിന്നാ പോരെ? ഉസ്താദ് തുപ്പിത്തരാൻ ഇത്തല്ല പാടുണ്ടോ? തുപ്പിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ അറിയില്ല, സുന്നത്ത് അറിയില്ല, റസൂലുള്ളാഹിന്റെ മാതൃക എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഔലിയാക്കന്മാരും പ്രമാണിമാരും എന്താണ് പറഞ്ഞത് അതെന്നെ ദീന്, അതിന്റെ അപ്പുറത്തില്ല. അല്ലെ, കാന്തപുരസ്താദ് നരകത്തിലാണെങ്കിൽ നമ്മൾ നരകത്തിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞില്ലേ? ഖാതമുൻ നബിയ്യീൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ബഹുമാനിച്ചു നൽകിയ സകല മുഅ്ജിസത്തുകളും ഈ ഉസ്താദിന് കറാമത്തുണ്ടെന്ന് കേരളക്കര മുഴുവനും പറഞ്ഞിട്ട് ഇന്ന് വരെ തിരുത്താൻ തയ്യാറായോ? ഇല്ല. സഹോദരങ്ങളെ, അറിവില്ലാത്തതിന്റെ അനന്തരഫലാണ്. അറിവും വിവരവും ഇല്ലാത്തതിന്റെ അനന്തരഫലാണ്. സഹോദരങ്ങളെ, ഖേദമുണ്ട്, വിഷമുണ്ട്. മുസ്ലിമായ ഒരു മനുഷ്യനെ കുറിച്ച് ഇത്തരത്തിൽ പറയാൻ ആക്ഷേപിക്കും. പക്ഷെ എങ്ങനെ പറയാതിരിക്കും? ഈ ഖൗമിന്റെ അവസ്ഥ അത്രത്തോളം പരിതാപകരമായി കൊണ്ടിരിക്കുക. ഖുർആനുമായിട്ട് ബന്ധമില്ല. ഭൗതിക വിദ്യാഭ്യാസം നല്ലോണം ഉണ്ടെന്നാലും മലപ്പുറം ജില്ലയിലേക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസര ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും അതൊന്നും വേണ്ടെന്നല്ല, വേണം. അൽഹംദുലില്ലാഹ്, അതൊരു വലിയ ഉയർച്ചയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിലുള്ള പ്രവർത്തനത്തിന്റെ പരിണിത ഫലമായി കേരളക്കരയാകെ വെളിച്ചമുണ്ടായിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല, ഒരുപാട് പ്രസ്ഥാനങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. മുജാഹിദുകൾ അതും കൂടെ മനസ്സിലാക്കണം. നമ്മള് ഈ കേരളത്തിലെ നവോത്ഥാനം പറയുമ്പോൾ നമ്മൾ മാത്രമാണ് അതിന്റെ പൈതൃക അവകാശപ്പെട്ട ആളുകൾ എന്ന് പറയരുത്. വേറെയും പ്രസ്ഥാനങ്ങളുണ്ട് തീർച്ചയായും. പക്ഷേ അതിൽ നല്ല ഒരു പങ്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന് തന്നെയാണ്. ഈ കേരളക്കരയിലെ മുസ്ലിങ്ങളിൽ അടിഞ്ഞുകൂടിയ ജീർണതകളും അന്ധവിശ്വാസങ്ങളും നികൃഷ്ടതകളും വലിച്ചൂരി പുറത്തെടുക്കാൻ മുൻകാല പണ്ഡിതന്മാരെ ഏറും മാട്ടും തുപ്പുമേറ്റിട്ടുണ്ട്. പഴികൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ബഹിഷ്കരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതെന്തോ ആകട്ടെ, നമ്മുടെ വിഷയമല്ല. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ റമദാൻ മാസം ഖുർആൻ നെഞ്ചിലേറ്റാനുള്ള ഒരു മാസമായി നമ്മൾ തിരഞ്ഞെടുക്കണം.
പരിശുദ്ധ റമദാൻ മാസം ജീവിതത്തിന്റെ സകലമാന സമസ്ത മേഖലകളിലും ഈ പരിശുദ്ധ ഖുർആനിന്റെ ആശയം കൊണ്ട് നടക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഏത് മേഖലയിലായാലും, സാമ്പത്തിക മേഖലയിലായാലും, സാമൂഹിക മേഖലയിലായാലും, വൈയക്തികമായ കുടുംബ മേഖലകളിലായാലും, എവിടെയായാലും ഈ പരിശുദ്ധ ഖുർആൻ നമുക്ക് മാതൃകയാകണം. സാമ്പത്തിക രംഗത്ത് നമ്മൾക്ക് എത്ര മോശമാണ്. ഇന്നും പലിശ ഇടപാട് നടത്തുന്ന ആളില്ലേ? അല്ലേ? അല്ലാഹ് എന്താ പറഞ്ഞത്? അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു അശ്ശൈത്താനു മിനൽ മസ് ذلك بأنهم قالوا إنما البيع. പലിശ ഭുജിക്കുന്ന ആളുകൾ നാളെ മഹ്ശറയിൽ പിശാച് ബാധ ഏറ്റവരെ പോലെ അല്ലാതെ എഴുന്നേൽക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. യാ അയ്യുഹല്ലദീന ഫഇൻ ലം തഫഅലൂ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി. നിങ്ങൾ പലിശ ഒഴിവാക്കുന്നില്ലെങ്കിൽ, പലിശയുമായുള്ള ഇടപാടിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നില്ലെങ്കിൽ അറിയണേ, അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും അടുക്കൽ നിന്നുള്ള യുദ്ധപ്രഖ്യാപനത്തിന് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. അല്ലാഹ് യുദ്ധം പ്രഖ്യാപിക്കുക നമ്മളോട്. അല്ലെങ്കിലും സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ നമ്മളോട് പറഞ്ഞത്? പലിശക്ക് ഒരുപാട് ഇനങ്ങളുണ്ട്. അതിൽ ഏറ്റവും താണ ഇനം ഏതുപോലെ ഞാൻ പറയണോ? ഒന്ന് പറഞ്ഞു, നിങ്ങൾ അറിയില്ലേ? അതിൽ ഏറ്റവും താണ, ഏറ്റവും ലഘുവായ പലിശയുമായുള്ള ഇടപാട് ഏതുപോലെയാണ്? സ്വന്തം ഉമ്മാനെ വിചാരിക്കുന്ന പോലെ അല്ലേ? എനിക്ക് പറയാൻ, സത്യത്തിൽ ഇത് പറയാൻ വല്ലാത്ത മടിയാണ്. ഞാൻ പറയാൻ ഏറ്റവും കൂടുതൽ പേടിക്കുകയും മടിക്കുകയും ചെയ്യുന്ന ഒരു, കാരണം റസൂൽ അങ്ങനെ തന്നെ പറഞ്ഞത്. ഇതില് ഒരു വലിയ തത്വം എന്താ അറിയോ? പലിശയായിട്ട് ഇടപാട് നടത്തുക, അതിനെന്ത് ന്യായം പറഞ്ഞു, എന്ത് ന്യായം അതിന് പറഞ്ഞാലും പലിശയുമായി ഇടപാട് നടത്തുന്ന മുസ്ലിമിന് രണ്ട് ഓപ്ഷനാണുള്ളത്. എന്താ? ഒന്നുകിൽ കാഫിറാകുക, അല്ലെങ്കിൽ ഉമ്മാനെ വ്യഭിചരിക്കുന്നവനാവുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? റസൂല് പറഞ്ഞതാണ് എന്ത്? റസൂല് പറഞ്ഞതാണ് പലിശയുമായി ഇടപെടുന്ന ആള്, അതിൽ ഏറ്റവും ചെറിയ വിഭാരക്കാരൻ ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റസൂല് പറഞ്ഞത് ശരിയല്ല, റസൂല് പറഞ്ഞത് ഞാൻ വിശ്വസിക്കണില്ല, ഞാനത് മൈൻഡ് ചെയ്യണില്ല. നമ്മളാരായി? മുർത്തദായില്ലേ? കാഫിറായോ ഇല്ലയോ? ആയി. റസൂല് പറഞ്ഞ നിഷേധിച്ച കാഫിറായി. എന്നെ കാഫിർ എന്ന് പറയണേ. ഇനി നമ്മൾ പറയാം, റസൂല് കളവ് പറയില്ല, റസൂല് പറഞ്ഞൊക്കെ സത്യമാണ്, ഉള്ളതാണ് എന്ന് പറഞ്ഞാലോ, എന്നിട്ട് പലിശ എടുക്കാൻ പോയാലോ, നമ്മൾ ആരായി? ഞാൻ പറയണ്ടല്ലോ, പറയാതെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ഓർമ്മയിലിരിക്കട്ടെ. രണ്ട് അപകടകരമായ ഓപ്ഷനാണ് നമുക്ക് മുന്നിലത്. പലിശ ചവിട്ടി നടക്കുന്നുണ്ടെങ്കിൽ മുസ്ലിമേ, രണ്ട് ഓപ്ഷനാണ് നിന്റെ മുന്നിൽ. ഒന്നുകിൽ മുർത്തദാവുക, അല്ലെങ്കിൽ സ്വന്തം ഉമ്മാന്റെ കൂടെ കിടപ്പറ പങ്കിടുന്ന മൃഗീയ മനുഷ്യനാകുക. ഈ രണ്ട് ഓപ്ഷൻ അല്ലാതെ മറ്റൊന്നില്ല. ഖുർആനാവണം. ഈ പരിശുദ്ധ റമദാൻ വരുന്നതിന്റെ മുന്നേ സ്വന്തം വീട് വിറ്റിട്ടാണെങ്കിലും, സ്വന്തം കിടപ്പാടമില്ലാതെ, സ്വന്തം ഭാര്യയും മക്കളെയും കൂട്ടി തെരുവിലിറങ്ങിയാൽ അള്ളാന്റെ സംരക്ഷണം ഉണ്ടാവും. പലിശ ഇല്ലാതാക്കാനാണെങ്കിൽ റബ്ബിന്റെ സംരക്ഷണം ഉണ്ടാവും. കൂട്ടരെ, ഏതറ്റം വരെ നിങ്ങൾക്ക് പോകാം, അള്ളാഹുവിന്റെ കാവലുണ്ടാകും. മണിമാളിക പോലുള്ള വീട് വർഷാവർഷം പലിശ അടച്ചോണ്ടിരിക്കുക, എടുത്ത തുക തിരിച്ചടക്കാൻ മാർഗമില്ല, വിറ്റുകളാ. എന്നിട്ട് ഒരു ചാപ്പയിൽ, ഒരു ചെറ്റക്കുടിലിൽ മക്കളെയും ഭാര്യയെയും കൂട്ടി ചെന്ന് നിൽക്കുക. അല്ലാഹ് റഹ്മത്ത് തരും, അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് തരും. അല്ലാഹ് പലിശ നശിപ്പിച്ചു കളയും. ശാപം പിടിച്ചൊരിടപാടാണത്. സാമ്പത്തിക രംഗത്ത് മുസ്ലിങ്ങളെ നമ്മൾ വളരെയധികം മോശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പൊടിപുരണ്ട വസ്ത്രങ്ങളുമായി, ജടപിടിച്ച മുടിയുമായി, പൊടിപുരണ്ട ശരീരവുമായി കൈകളുയർത്തിക്കൊണ്ട് അല്ലാഹ് 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 എന്ന് ആവർത്തിച്ച് വിളിക്കുന്ന ഒരു മനുഷ്യൻ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപം പൊറുക്കുന്നില്ല. കാരണം എന്താ? അവന്റെ രക്തത്തിൽ, അവന്റെ ചോരയിൽ ഹറാമ് കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സാമ്പത്തികമായ ഇടപാടിൽ ഖുർആൻ ആകണം നാം. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായ ഇടപാടിൽ കടന്നു വരണം. എന്നാൽ ഭൗതികമായി ഉണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. എന്താ അറിയോ? മക്കൾക്ക് ബുദ്ധി ഉണ്ടാകും. മഹാനായ ബുഖാരി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്നിടത്ത് പറയുന്നില്ലേ, എന്റെ ഉമ്മ ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ള സംഗതി പോലും എനിക്ക് തന്നിട്ടില്ല.
ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള ഇമാം ബുഖാരി. ഹദീസുകൾ മനപ്പാടെന്ന് മാത്രമല്ല, നൂറുകണക്കിന് പണ്ഡിതന്മാര് മുന്നിൽ ഇരുന്നിട്ട് 4 ഭാഗത്ത് ചോദ്യം ചോദിക്കുക, ഹദീസുകൾ തെറ്റിച്ച് പറയാ ബുഖാരിന്റെ പാണ്ഡിത്യം നോക്കാൻ. ഓരോ പണ്ഡിതന്മാർ നിങ്ങൾ പറഞ്ഞ് തെറ്റാണ്, ഇവിടെ തെറ്റാണ്, ഇവിടെ തെറ്റാണ്. ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെ അമ്പരപ്പിച്ച് കളഞ്ഞു ഇമാം ബുഖാരി റഹിമഹുല്ലാ. സഹോദരങ്ങളെ, ഇവിടെ ഈ ലോകത്ത് പഠനം നടത്തപ്പെട്ട തലച്ചോറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട തലച്ചോറ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെതാ. എത്ര ശതമാനം ഉപയോഗിച്ചത്? 25%. എന്നാൽ നമുക്ക് ഉറപ്പിച്ചു പറയാം, ഷാഫി ഇമാമിന്റെ, ഹനഫി ഇമാമിന്റെ, ബുഖാരി, മുസ്ലിം എന്നീ പണ്ഡിതന്മാരുടെ തലച്ചോറെടുത്ത് പഠന വിധേയമാക്കുകയാണെങ്കിൽ 100-ൽ 110% ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം 7 വയസ്സാകുന്നതിന്റെ മുന്നേ 114 ഖുർആനിന്റെ വചനങ്ങൾ വെള്ളം പോലെ കാണാപ്പാഠം പഠിച്ച് 10-11 വയസ്സാകുന്നതിന്റെ മുന്നേ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാഠമാക്കി അതിന്റെ സനദും അതിന്റെ മത്നും ആ സനദിലുള്ള സകല മനുഷ്യരുടെയും ചരിത്രവും അവരുടെ പാരമ്പര്യവും മുഴുവൻ മനപ്പാഠമാക്കി പഠിച്ചു വെച്ച ഈ പണ്ഡിതന്മാരുടെ തലച്ചോറ് കീറി മുറിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടാണ് ശാസ്ത്രത്തിന് വല്ലാഹി സത്യം കിട്ടിയിരുന്നെങ്കിൽ 100-ൽ 110% ഉപയോഗിച്ച തലച്ചോറുകളായി ലോകത്തിന്റെ മുന്നിൽ ഇസ്സത്തിന്റെ അന്തസ്സിന്റെ പ്രതീകങ്ങളായി അവ ജ്വലിച്ചു നിൽക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരുടെ മാതാപിതാക്കൾ സൂക്ഷിച്ചൊരു സംഗതിയുണ്ട്. ഹറാം കലർന്നൊരു ഭക്ഷണം അവരുടെ മക്കൾക്ക് അവർ കൊടുത്തിട്ടില്ല. ഹറാമ് കലർന്ന ഭക്ഷണം അവരുടെ മക്കൾക്ക് അവർ കൊടുത്തിട്ടില്ല. നമ്മളൊരു കഥ പറയാറുണ്ട്. ഒരു യുവാവ് വിശന്ന് വലഞ്ഞ് ആകെ ഇടങ്ങേറായിക്കൊണ്ട് ഒരു നദിയുടെ കരയിലൂടെ നടന്നു പോകാം. വല്ലാത്ത വിശപ്പുണ്ട്. അപ്പോഴാണ് ആ നദിയിലൂടെ ഒരു ആപ്പിൾ ഒഴുകി വരുന്നത് കണ്ടത്. ഇദ്ദേഹം ചാടി വീണ് ആ ആപ്പിൾ നീന്തിപ്പിടിച്ച് ആർത്തിയോടുകൂടി ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ യുവാവ് ഓർക്കുന്നത്, അല്ലാഹുവേ, ഇതാരുടേതാണെന്നറിയില്ല. ഈ ആപ്പിളിന്റെ ഉടമസ്ഥൻ അറിയില്ല ആരുടേതായിരിക്കും ഈ ആപ്പിൾ. ഉടമസ്ഥനെ കൊണ്ട് പൊരുത്തപ്പെടിച്ചിട്ടില്ലെങ്കിൽ ഇതെനിക്ക് ഹറാമാവുമല്ലോ. ഈ നദിയുടെ കരയിലൂടെ തിരിച്ചു നടക്കുക ആ യുവാവ്. ഏതുവരെ? ആപ്പിൾ തോട്ടം കാണുന്നത് വരെ. എന്നിട്ട് ആപ്പിൾ തോട്ടം ഉള്ള സ്ഥലത്തെത്തിയപ്പോ ആപ്പിൾ തോട്ടത്തിന്റെ ഉടമയെ നാട്ടിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആപ്പിൾ തോട്ടത്തിന്റെ ഉടമയുടെ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടി ഉടമയെ പുറത്തേക്ക് വിളിച്ചിട്ട് പറയാ, ഞാൻ നിങ്ങളുടെ ഒരു ആപ്പിൾ വിശന്ന് വരഞ്ഞപ്പോ തിന്നുപോയി, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. വീട്ടുടമ പറയാ, ഇല്ല, പൊരുത്തപ്പെട്ട് തരില്ല. യുവാവാകെ വിഷണ്ണനായി. ഞാൻ എന്ത് ചെയ്യണം പൊരുത്തപ്പെട്ട് തരാൻ? ഒരു ഉപാധിയുണ്ട്. എനിക്കൊരു മകളുണ്ട്. ആ മകൾക്ക് കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല, കൈകളില്ല, കാലുകളില്ല, സൗന്ദര്യവുമില്ല. എന്റെ മകളെ നിങ്ങൾ വേളി കഴിക്കണം, നിക്കാഹ് കഴിക്കണം. എന്നാൽ ഞാൻ എന്റെ ആപ്പിൾ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരാം. ഈ യുവാവ് തയ്യാറായെന്നാണ് ചരിത്രം പറയുന്നത്. നടന്ന ചരിത്രം. ഈ യുവാവ് തയ്യാറായെന്നാണ്. കണ്ണില്ലാത്ത, കാതില്ലാത്ത, സംസാരശേഷിയില്ലാത്ത, കൈയില്ലാത്ത, കാതില്ലാത്ത, സൗന്ദര്യമില്ലാത്ത ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഈ യുവാവ് തയ്യാറാവുകയാണ്. അങ്ങനെ ഒരു നോക്ക് കാണുക പോലും ചെയ്യാതെ ഈ യുവാവ് പിതാവിന്റെ കൈ പിടിച്ച് നിക്കാഹ് ചെയ്ത് മണിയറയിൽ ആരെങ്കിലും എടുത്തുകൊണ്ടുവരുന്ന വധുവിനെയും കാത്തു നിൽക്കുന്ന സമയം പെട്ടെന്ന് മണിയറ കടന്നുകൊണ്ട് അതിസുന്ദരിയായ, സംസാരശേഷിയുള്ള, കണ്ണുള്ള, കാതുള്ള, നാവുള്ള, 2 കൈകളും കാലുകളുമുള്ള അതിസുന്ദരിയായ ഒരു പെണ്ണ് ആ മുറിയിലേക്ക് കടന്നു വന്നതാണ്. ഇയാളെ ചാടി എഴുന്നേറ്റു. എന്നിട്ട് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടന്നു അല്ലാഹുവിൽ ശരണം തേടി. എന്നിട്ട് ആ പെണ്ണിന്റെ പിതാവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുകയാണോ? നിങ്ങൾ എന്നെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുകയാണോ? നിങ്ങളുടെ മകൾ എവിടെ? ആരാണ് ഈ സുന്ദരി? ഏതാണ് ആ പെണ്ണ് എന്ന് ചോദിച്ചപ്പോൾ ആ പിതാവ് പറഞ്ഞു, അവൾ തന്നെയാണ് നിങ്ങളുടെ ഭാര്യ. അവൾക്ക് കണ്ണില്ല, ഹറാമ് നോക്കുന്ന കണ്ണില്ല. അവൾക്ക് കാതില്ല, ഹറാമ് കേൾക്കുന്ന കാതില്ല. അവൾക്ക് നാവില്ല, ഹറാമ് സംസാരിക്കുന്ന നാവില്ല. അവൾക്ക് കൈകളില്ല, ഹറാമ് ചെയ്യുന്ന കൈകളില്ല. അവൾക്ക് കാലുകളില്ല, ഹറാമിലേക്ക് നടന്നു പോകുന്ന കാലുകളില്ല. അവർക്ക് സൗന്ദര്യമില്ല, അന്യപുരുഷന്മാരുടെ മുന്നിൽ വലിച്ചിഴക്കാൻ, അന്യപുരുഷന്മാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ തയ്യാറാകുന്ന സൗന്ദര്യവും അവൾക്കില്ല എന്ന് പറഞ്ഞപ്പോ ഈ യുവാവ് അന്തം വിടാൻ. ചരിത്രം പറയുന്നു, ഈ ദമ്പതികൾക്കാണ് മഹാനായ മുജദ്ദിദായ, ഒരു കാലഘട്ടത്തിന്റെ പരിഷ്കർത്താവായ, ഒരു കാലഘട്ടത്തിന്റെ ഇമാമായ ബഹുമാന്യ പണ്ഡിതൻ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹി അലൈഹി ജനിച്ചു വീഴുന്നത് ഈ ദമ്പതികൾക്കാണ്. ഹറാമിനെ സൂക്ഷിക്കുന്ന, രക്തത്തിൽ ഹറാമിനെ കലർത്താൻ പേടിക്കുന്ന ആളുകൾക്ക് അത്ഭുതാവഹമായ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ആ മക്കൾക്ക് റബ്ബ് വിജയം നൽകും.
എൻ്റെ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ടാകും, കടകളിൽ കച്ചവടം നടത്തുന്നവരുണ്ടാകും. നിങ്ങളുടെ കടകളിൽ സിഗരറ്റ് വെക്കുന്നുണ്ടെങ്കിൽ ഈ റമദാൻ മാസം വരുന്നതിന്റെ മുന്നേ എത്ര കോടി രൂപ നഷ്ടം വന്നാലും എടുത്ത് കളയണം നിങ്ങൾ. വല്ലാഹി സത്യം, അത് കളഞ്ഞിട്ടില്ലെങ്കിൽ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. കാരണം എന്താ സഹോദരങ്ങളെ, ഞാൻ ഇതിന്റെ ഇടയിൽ കുറച്ച് കുട്ടികൾ ഒരു പ്രദേശം ഏതാണെന്ന് പറയുന്നില്ല, കുട്ടികളെ പരിപാടിക്ക് പങ്കെടുത്ത് കുട്ടികൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്താണ്. അപ്പൊ ഈ സിഗരറ്റിന്റെ വിഷയം ചോദിച്ചു. സിഗരറ്റ് ഹറാമാണോ ഹലാലാണോ എന്നാണ് ചോദ്യം. ഹറാമാണ്. സംശയമുള്ള ആളുണ്ടോ? സിഗരറ്റ് ഹറാമാണോ ഹലാലാണോ സംശയമുള്ള ആൾ? ഹറാമാണ്, ഒരു സംശയമില്ല. സിഗരറ്റ് ഹറാമാണ്, ഒരു സംശയമില്ല. അതില് എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ പറഞ്ഞതാ. ഇപ്പൊ പറയും സൗദിയിൽ വിൽക്കണ്ടല്ലോ, സൗദിയിൽ വിൽക്കുന്ന സംഗതിയൊക്കെ ഹലാല ആണോ? അങ്ങനെയുണ്ട്. അപ്പോ ഈ കുട്ടികള് വാദിക്കാൻ അതെങ്ങനെ ഹറാമാകുക? അപ്പോ നെയ്ച്ചോറും ബിരിയാണിയും കുറെ തിന്ന് കൊളസ്ട്രോൾ കൂടുമ്പോ അതും ഹറാമാവൂലേ? ശരീരത്തിന് കുഴപ്പമാണെങ്കിൽ ഇതൊക്കെയാണ് ഇത് ആരെ ചോദിപ്പിക്കണമെന്ന് അറിയാം? പിറകിലിരിക്കുന്ന രക്ഷിതാക്കന്മാർ. എന്താ കാരണം എന്നറിയാം? അവര് കടകളിൽ സിഗരറ്റ് വെക്കണുണ്ട്. മക്കള് വിജയിക്കൂല എവിടെയും. വെറുതെ ഓന്റെ തലക്കടിച്ചിട്ട് എന്താ കാര്യം? ടീച്ചർ എടുത്ത് പോയാൽ അവിടെ പരാതിയാണ്. ഒന്നും പഠിക്കൂല, ഒരു പുണ്ണാക്കും പഠിക്കൂല, ഒന്നിനും കൊള്ളൂല, വെറും കച്ചറ. എന്താ കുഴപ്പം? വാപ്പ നല്ല തിന്നാൻ കൊടുക്കണ്ടേ? നല്ല രക്തം സിരകളിലൂടെ ഓടുമ്പല്ലേ പിശാചിന്റെ സാന്നിധ്യം ഇല്ലാണ്ടെക്കും. അല്ലാതെ ഹറാമിൽ കലർന്ന രക്തം സിരകളിലൂടെ ഓടുമ്പോ അതിൽ മുഴുവൻ പിശാചിന്റെ ഹട്ടകായിരിക്കില്ലേ? പിന്നെ പിശാചെങ്ങനെയാ സ്വാധീനം ചെലുത്താതിരിക്കുക? പിശാചെങ്ങനെയാ വസ്വാസം നടത്താതിരിക്കുക? സഹോദരങ്ങളെ, നല്ല മക്കളെ വേണമെന്നുണ്ടെങ്കിൽ നല്ല രക്തമുള്ള ഹറാമുകളില്ലാത്ത ഭക്ഷണം കൊടുക്കണം. ഖുർആനാകണം നമ്മുടെ സാമ്പത്തിക രംഗം, കുടുംബരംഗം ഖുർആനാകണം. നമ്മളിൽ ചില ആളുകളുണ്ട് 5 വക്ത് നിസ്കരിക്കാൻ പോകും, 5 വട്ടം ഭാര്യനെ തല്ലും ചെയ്യും. അല്ലെ, 5 വക്ത് നിസ്കരിക്കാൻ പോവുകയും ചെയ്യും, 5 വട്ടം ഭാര്യനെ തല്ലും ചെയ്യും. റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കുടുംബ പ്രശ്നങ്ങൾക്കും മധ്യസ്ഥം വെക്കുന്ന ആളാ. എന്നാൽ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഭാര്യനെ തെറി മാത്രം വിളിക്കുള്ളൂ. അല്ല, ഒന്നാം തരം തെറി അല്ലേ? സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കിയേ സഹോദരങ്ങളെ. ഒരു പരിപാടിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു പരിപാടി ഒരു ദിവസം പരിപാടിക്ക് വിളിച്ചപ്പോൾ ആ ദിവസം ഡേറ്റ് ഡബിളായി, 2 ഡേറ്റ് ആയി. അപ്പോ ആദ്യത്തെ പരിപാടി ഈ മലപ്പുറം ജില്ലയിൽ എവിടെയോ ആണ്. ആദ്യത്തെ പരിപാടി ഏകദേശം 1-2 മാസം മുന്നേ ഏറ്റതാണ്. അതുകൊണ്ട് തന്നെ അയാൾ ചീത്ത പറഞ്ഞാൽ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. 2ാമത്തെ പരിപാടി അടുത്തേറ്റതാണ്. അദ്ദേഹം ചീത്ത പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് തിരിച്ചെന്തെങ്കിലും പറയാം. അപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ ആദ്യം ഏൽപ്പിച്ച ആള് വിളിക്കാം. ഞാനിങ്ങനെ സംഗതി പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. സാധാരണഗതിയിൽ എന്തായാലും 2 വർത്താനം പറയും സംഘാടകർ. കാരണം അത്രയും ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങളൊക്കെ നാട്ടിൽ സംഘടിപ്പിക്കുന്നതുകൊണ്ട് അതിന്റെ വിഷമറിയാം. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. അപ്പൊ എന്തായാലും പറയും, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നെങ്കിലും പറയും. പക്ഷെ ഈ മനുഷ്യൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞെന്താ അറിയോ? ഒന്നും പ്രശ്നമില്ല, മനുഷ്യനല്ലേ, ഇൻസാനിയത്ത് ഉണ്ടാവൂലേ, മറവി ഉണ്ടാവൂലേ, അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ബേജാറാവണ്ട, അതൊന്നും വിഷയമല്ല, ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളൂ, നിങ്ങൾ അവിടേക്ക് പരിപാടിക്ക് പോയിക്കോ, പകരം ഇങ്ങോട്ട് ആരെങ്കിലും വിടാൻ കഴിയെങ്കിലും ഒന്ന് വിട്ടോ നീ മനുഷ്യൻ പറഞ്ഞപ്പോ സത്യത്തിന് അയാളോട് വല്ലാത്ത ബഹുമാനം തോന്നിപ്പോയി, ആദരവ് തോന്നിപ്പോയി. കാരണം ആരും അങ്ങനെ പറയില്ല. പക്ഷേ ഈ സംസാരിച്ചുകൊണ്ടിരിക്കണുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 2 ഫോൺ ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. മറ്റേ ഫോൺ അടിച്ചിട്ട് ഇയാൾ എടുത്തിട്ട് ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു വിളിക്കാം, ഇനി വിളിച്ചാൽ നീ എന്റെ സ്വഭാവം അറിയാന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം തന്നെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഫോൺ ഇട്ടത് അത് ഭാര്യയായിരിക്കും. അപ്പോ ഒരൊറ്റ സെക്കൻഡില് മനുഷ്യന്റെ 2 ഭാഗത്തിലെ, ഒന്ന് സ്വകാര്യ ജീവിതത്തിലും ഒന്ന് പരസ്യ ജീവിതത്തിലുള്ള സ്വഭാവം കാണാം അല്ലെ? സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ ടോട്ടലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞു, ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നായിട്ട് അറിയണമെങ്കിൽ ഭാര്യയോട് ചോദിക്കണം. ഭാര്യയോട് ചോദിച്ചാൽ പറയൂ, ആത്മാർത്ഥമായിട്ട് ഭാര്യ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കിയേ, ആത്മാർത്ഥമായിട്ട് എൻ്റെ ഭാര്യ എന്നെ കുറിച്ചും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടോ? ഈ പറയുന്ന എന്നടക്കാണ് പറഞ്ഞ് പ്രസംഗിക്കണം, എന്നെ ക്ഷമ പ്രസംഗിക്കുകയും നാട് നീളെ ക്ഷമ പാടി നടക്കുകയും ചെയ്യുന്ന എന്നെ അടക്കാണ് പറഞ്ഞു. ഭാര്യമാരെ ആത്മാർത്ഥമായിട്ട് അഭിപ്രായം പറഞ്ഞാൽ എത്ര ആൾക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയും? ഇല്ല. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലിന്റെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താ പറഞ്ഞത്? അൽ ഖുർആൻ, റസൂലിന്റെ സ്വഭാവം ഖുർആനാകും. എങ്ങനെയായിരുന്നു ഖുർആന്റെ സ്വഭാവം റസൂൽ കാണിച്ചത്? സഹോദരങ്ങളെ, ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അങ്ങാടിയിൽ നിന്ന് 1 കിലോ പഴം വാങ്ങി, എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി.
കോളിംഗ് ബെല്ലടിച്ചു. ഭാര്യ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന് നിങ്ങളെ കയ്യിൽ കെട്ട് കണ്ടപ്പോൾ ഓടി വരിക, എന്നിട്ട് കെട്ടിങ്ങോട്ട് വാങ്ങിക്കാം, എന്നിട്ട് ദൂരെ വലിച്ചെറിയാം, എന്നിട്ട് പറയാ നാണന്മാരുണ്ട മനുഷ്യങ്ങൾക്ക് പഴം വാങ്ങിയിട്ട് വന്നിരിക്കണം. എന്തിനാ നിങ്ങളെ പഴം ഇവിടെ, ആദ്യം മനുഷ്യനാവാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് 4 ഡയലോഗ്. എന്നിട്ട് ഉള്ളിലേക്ക് പോയി. നിങ്ങൾ എന്താ ചെയ്യാ? ഈ ഒരു സംഭവം കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ഇൻസിഡൻസ് എന്തായിരിക്കും? ഒന്നിക്കിൽ ബദർ, അല്ലെങ്കിൽ ഉഹുദ്, ഒരു ഹുദൈബിയ സന്ധ്യ അവിടെ എന്തായാലും ഉണ്ടാവില്ല. ഉറപ്പാണല്ലോ, ഉണ്ടാവോ? തത്തുല്യമായ ഒരു സ്വഭാവം റസൂലിന്റെ സംഭവം റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പാത്രത്തിൽ പലഹാരം കൊണ്ടുവരപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, ചൂടായി ദേഷ്യം പിടിച്ചു. എന്റെ അടുത്ത് റസൂൽ നോക്കുമ്പോൾ റസൂലിന് പലഹാരം കൊണ്ടുവരാൻ ഓളാരാ? ആയിഷ റളിയല്ലാഹു അൻഹ പാത്രം തട്ടി, പാത്രം മുകളിലേക്ക് തെറിച്ചു. പലഹാരം 4 ഭാഗത്ത് ഛിന്ന ഭിന്നമായി, സ്ഫടിക പാത്രം ഉടയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? എടീ എന്ന് പറഞ്ഞ് മുടിക്ക് പിടിച്ചോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു. എന്നിട്ട് പലഹാരങ്ങൾ കയ്യിൽ ഇങ്ങനെ പെറുക്കിയിടാൻ തുടങ്ങി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആയിഷ, പാത്രം നിന്റേതല്ല, പാത്രം അവളുടേതാണ്, അത് നീ വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഇതിങ്ങനെ പെറുക്കിയിടുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ സകല നിയന്ത്രണം വിട്ടുപോയി. അവരവിടെ ഇരുന്ന് റസൂലിന്റെ കൂടെ പെറുക്കി. എന്നിട്ട് അവര് പറയാ, പിന്നീട് ഒരിക്കലും എന്റെ റസൂലുള്ളാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല എന്നാര് പറയാ? ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു സ്വഭാവം നമുക്ക് കാണിക്കാൻ കഴിയും. ഇനി ആദ്യം പറഞ്ഞ ഉദാഹരണത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാം. 1 മിനിറ്റ് വന്നിട്ട് പോകാം. നിങ്ങള് വീട്ടിലേക്ക് പോയി, പഴമായിട്ട് പോയി, ഭാര്യ പഴം വാങ്ങി വലിച്ചെറിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്തു? തലയും താഴ്ത്തി പോയിട്ട് പഴം എടുത്തു, പാക്കറ്റ് എടുത്തു. എന്നിട്ട് വീട്ടിലേക്ക് കയറി. എന്നിട്ട് ചോദിക്കാം, എന്തിനാ നഫീസ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണേ? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തീർത്തൂടെ എന്ന് ചോദിച്ചാൽ ഭാര്യ ആകെ ഷോക്കാവും. ചിലപ്പോൾ ആ ഷോക്ക് പെട്ടെന്നൊന്നും പുറത്ത് കാണിക്കൂല, പക്ഷെ ഷോക്ക് ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. പഠിച്ചോനെ, ഇയാൾക്ക് എന്താ പറ്റി? സംഗതിയൊക്കെ സോൾവായി. ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ് നിങ്ങൾ പിറ്റേന്ന് കൂട്ടുകാരുടെ അടുത്തെത്തുക, ചങ്ങായിമാരുടെ അടുത്തെത്തുക. എന്നിട്ട് പറയാം, എടാ ഞാൻ ഇന്നലെ വീട്ടിലേക്ക് പോകുമ്പോൾ 1 കിലോ പഴം വാങ്ങിച്ചു. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഭാര്യ വാതിൽ തുറന്നിട്ട് വന്ന് ആ പഴം വാങ്ങി വലിച്ചെറിഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ ഈ കൂട്ടുകാരന്റെ കൈ ഇങ്ങനെ ആവണാണ്. എന്നിട്ട് എന്നിട്ട് അത് നടന്നു പോയി ആ പാക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് വന്ന് ഓളെ സമാധാനിപ്പിച്ച് അതവിടെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് ഞാൻ കിടന്നുറങ്ങി എന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകാരൻ എന്താ അടുത്ത് ചോദിക്കാറിയോ? ജാണാണോടോ, ഈ ജാണാണോടോ അല്ലേ? എന്നാലേ മറ്റേതാണ് ഈ ആണത്തില്ലായ്മയാണ് ഖുറാന്റെ സ്വഭാവം. ഇതിന് ആണത്തെന്നല്ല പറയാ. നമ്മള് ചില ആളുകൾ മനസ്സിലാക്കി വെച്ച ആണത്തം എന്താണെന്ന് അറിയാം? പെണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ, അത് ആണത്തല്ല സഹോദരങ്ങളെ. ഉമർ റളിയല്ലാഹു അൻഹു പൗരുഷത്തിന്റെ പ്രതീകല്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാള് ഭാര്യനെ കുറിച്ച് പരാതി പറയുമ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ ഉമർ റളിയല്ലാഹു അൻഹു 8 വഴക്ക് പറയാം. അതൊരു പ്രകൃതിയുടെ ഭാഗമാണ്. ഭാര്യ 2 വഴക്ക് പറഞ്ഞു വിചാരിച്ചാൽ ഭാര്യന് മുന്നിൽ കുറച്ച് താണ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ആണത്തം നഷ്ടപ്പെടുന്നില്ല. ആണത്തം ഇല്ലാത്ത ആളുകൾക്കാണ് പെണ്ണിന്റെ മേലെ ആണത്തം കാണിക്കാൻ ബുദ്ധി ഉണ്ടാവുക. ആണത്തുള്ള ആൾ ആണത്തം കാണിക്കേണ്ട സമൂഹത്തിലാണ്, ആദർശത്തിലാണ്, പെണ്ണിന്റെ മേത്തല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തട്ടെ നമുക്ക്. സഹോദരങ്ങളെ, സ്വകാര്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഖുർആൻ ഉണ്ടാവണം, മതമുണ്ടാകണം. സാമ്പത്തിക ജീവിതത്തിലും മതമുണ്ടാകണം. സകല മേഖലകളിലും പെരുമാറ്റത്തിലും മതമുണ്ടാകണം, ഖുർആൻ ഉണ്ടാകണം. ഖുർആനിന്റെ സ്വഭാവമായി നമ്മൾ മാറണം. പൊക്കിള് വരെ താടി വെച്ചിട്ട് ഒരു മനുഷ്യൻ ചിരിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചങ്ങോട്ട് ചിരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, ആ താടി വടിച്ചളയണം. കാരണം അത് ആ താടിക്ക് മോശമാണ്. താടി വെക്കുന്ന സകല മനുഷ്യന്മാർക്ക് അത് മോശമാണ്. താടി വെക്കുന്നതിനനുസരിച്ച് നടക്കണം. നമ്മൾ ചില ആളുകൾ സലാം പറഞ്ഞത് തന്നെ എങ്ങനെയാണ്? സലാം പറഞ്ഞാൽ മടക്കുന്ന കോലെന്താ? ഒന്ന് ചിരിക്കാൻ എന്തൊരു 100 കിലോ തലക്ക് വെയിറ്റ്, അറ്റാക്ക് വന്നു ഒന്ന് സൂചി എടുത്ത് കുട്ടിയോ ഒന്ന് പൊട്ടുന്നതായിരിക്കും. അമ്മായിരി മസിലും പിടിച്ചിട്ടാണ് നടക്കുക അല്ലെ? ചില ആളുകൾ അമ്മായിരി മസിലും പിടിച്ചാണ്. സുബ്ഹാനല്ലാഹ്. എന്താണ് ഇതുകൊണ്ട് കിട്ടാൻ പോണത്? വലിയ അന്തസ്സാണ് അല്ലെങ്കിൽ വലിയ അഭിമാനമാണ് കിട്ടാൻ പോണത്. ആളുകളുടെ മുന്നിൽ ജാള്യതല്ലേ കിട്ടുന്നത്? അത് മാറണം. പുഞ്ചിരിച്ച മുഖം, പുഞ്ചിരി സദഖയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ പുഞ്ചിരിച്ച മുഖവുമായി സമൂഹത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാൻ കഴിയണം. നിങ്ങൾ എന്നെ ചിന്തിക്കുക, നിങ്ങളൊരു സ്ഥലത്ത് കയറി പോവുക,
എന്നിട്ട് അവിടെ 2-3 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. സലാം പറഞ്ഞു. എല്ലാരും അങ്ങനല്ലേ സലാമിന് ഇപ്പൊ എന്തൊക്കെ ഷോർട്ടാണ്. ഇപ്പൊ വാട്സാപ്പിൽ സലാം അടക്കല് WSKLM വലൈക്കും മുസ്സലാം, WSASALLAM വാസ്സലാം. എന്തൊക്കെ കോലത്തിലാണ് സലാം അടക്കണമെന്ന് അറിയും? ഇഷ്ടമുള്ള കോലത്തിൽ സലാം അടക്കണം. വലൈക്കുസ്സലാം, വാസലാം, വസ്സലാം, വലൈക്കുസ്സലാം. അല്ലാഹു അക്ബർ. അല്ലാഹ് കാക്കട്ടെ. സലാം നിങ്ങൾ ഒരു സദസ്സിലേക്ക് കടന്നു പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും കാഷ്വലായിട്ട് അസ്സലാം എന്ന് പറഞ്ഞു. ഒരാൾ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ് എന്നൊരാൾ പറഞ്ഞു. നിങ്ങൾ ആരുമായിട്ട് ആദ്യം സംസാരിക്കുക? ഈ വലൈക്കും സലാം എന്ന് പറഞ്ഞ ആളുമായിട്ടല്ലേ. സലാം അടക്കുന്ന ഒരു ആത്മാർത്ഥമാണ് സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ മുജാഹിദുകളെ, ദാവത്ത് ഒരു സ്ഥലത്ത് ഒരു പരിപാടി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, നല്ലോണം കൊടുത്തിട്ടുണ്ട്. ആർക്കും കൊടുത്തിട്ടുണ്ട്? സുന്നിയക്കും കൊടുത്തു, എപിക്കാർക്കും കൊടുത്തു, ഈക്കക്കാർക്കും കൊടുത്തു, ജിന്നക്കും കൊടുത്തു, മരോർക്കും കൊടുത്തു, മറ്റേ ജമാഅത്ത്. കൊടുക്കാനുള്ളതാണോ ദാവത്ത് സഹോദരങ്ങളെ? ആണോ? കൊടുക്കാനുള്ളതാണോ ദാവത്ത്? അല്ല, കൊടുക്കാനുള്ളതല്ല ദാവത്ത്. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക, സദുപദേശത്തോടുകൂടിയും യുക്തിദീക്ഷയോടുകൂടിയും ഗുണകാംക്ഷയോടുകൂടി. നമ്മൾ ഒരാൾക്ക് ദാവത്ത് നടത്തുമ്പോൾ ഗുണകാംക്ഷയാ വേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സന്ദർഭം കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ, വേദനയോടുകൂടി നിങ്ങളോട് പങ്കുവെക്കാം. കല്യാണ വീട്ടില് ഒരു വയസ്സായ മനുഷ്യൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഇടത്തെ കൈനെ കൊണ്ട്. അദ്ദേഹത്തിന് വലിയ താടിയുണ്ട്. അപ്പോ നിര്യാണിക്ക് മുകളിൽ പാൻറ് എടുത്ത സെലഫിയായ ഒരു യുവാവ് വന്നിട്ട് അയാളെ ഫയർ ചെയ്യുക. നാണുണ്ടോ കാക്ക നിങ്ങൾക്ക് താടി പോയി വടിച്ചൂടെ? അങ്ങനെ നിങ്ങൾ എന്താ ഈ ഇടത്തെ കൈനെ കൊണ്ട് കുടിക്കണത്? അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞു ഈ മനുഷ്യന്റെ മുഖമാകെ മാറി, വളരെ പോയി മനുഷ്യന്റെ മുഖം. ഇവൻ നിർത്തിയപ്പോ ഇയാൾ സംസാരിക്കാൻ തുടങ്ങി. മോനെ, കഴിഞ്ഞോ നിന്റെ പരാക്രമം? നിനക്ക് എന്നെ പരിചയമുണ്ടോ? ഇല്ല. ഞാൻ എവിടെന്നാ വരുന്നതെന്നറിയോ? ഇല്ല. ഞാൻ ഈ വീടുമായിട്ട് എന്താ ബന്ധം എന്നറിയോ? ഇല്ല. ജീവിതത്തിൽ ഇന്ന് വരെ നീ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ ഞാൻ ഇടത്തെ കൈനെ കൊണ്ട് കുടിക്കാനുള്ള സാഹചര്യം നിനക്ക് മനസ്സിലാവുക? ഇടത്തെ കൈനെ കൊണ്ട് നിങ്ങളെ വലത്തെ കൈക്ക് എന്താ ബാധുണ്ടോ? ഉണ്ട് മോനെ, ഈ വലത്തെ കൈ തളർന്നു പോയിട്ട് 10-15 വർഷമായി. അതുകൊണ്ട് ഈ കൈനെ കൊണ്ട് കുടിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. അതുകൊണ്ടാണ് ഞാൻ ഇടത്തെ കൈനെ കൊണ്ട് കുടിച്ചത് എന്നീ മനുഷ്യൻ പറഞ്ഞപ്പോ ഇല്ലേ, ഒന്ന് മാപ്പ് എന്ന് പറയാൻ പോലും സന്മനസ് കാണിക്കാതെ തലയും താഴ്ത്തിയിട്ട് ചോറ് വരെ കഴിക്കാതെ ആ കല്യാണ വീട്ടിൽ ഇറങ്ങിപ്പോയിക്കാം ഈ സലഫി യുവാവ്. ഇത് സലഫി സല ചലപ്പിച്ച നമുക്ക് ഉണ്ടാവരുത്. ഇതല്ല ദാവത്തിന്റെ രീതി. ദാവത്തിന്റെ രീതി ഇതല്ല. മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ദാവത്ത് നടത്തേണ്ടത് എന്ന്. നല്ലൊരു ഉദാഹരണം എന്താ? ഒരു വയസ്സായ ഒരാൾ ഒതുകൊടുക്കുക. ഇപ്പൊ 2 കുട്ടികൾ, യഥാർത്ഥ സലഫികളായ കുട്ടികള്, 2 കുട്ടികൾ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഒതു ഇങ്ങനെ നോക്കിയപ്പോ ഒതുവിന് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇദ്ദേഹം ഒതു എടുത്തു കഴിഞ്ഞപ്പോ ഈ 2 കുട്ടികൾ പോയിട്ട് ആ ഉപ്പുപ്പാനോട് പറയും, ഉപ്പുപ്പ നമ്മൾ 2 ആളും ഒതു എടുക്കാം, ഞങ്ങൾ ഒതു എടുക്കുക, നിങ്ങളൊന്ന് നോക്ക്, എന്നിട്ട് ഞങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് ഒതു എടുക്കുക ഞങ്ങൾക്കൊന്ന് മാർക്ക് തരണം. അങ്ങനെ ഈ ഉപ്പുപ്പ അവിടെ നോക്കി നിൽക്കുമ്പോ ആദ്യം ഒരാൾ നല്ല രീതിയിൽ ഒതു എടുത്തു. അയാളുടെ കഴിഞ്ഞപ്പോ 2ാമത്തെ ആള് നല്ല രീതിയിൽ ഒതു കൊടുത്തു. എന്നിട്ട് ഉപ്പുപ്പാന്റെ അടുത്ത് പോയി ചോദിച്ചു, ആർക്കാണ് ഉപ്പുപ്പ കൂടുതൽ മാർക്ക്? അപ്പോ ഈ ഉപ്പുപ്പ തിരിച്ചു പറഞ്ഞു, ഇത്ര മക്കളെ, മാർക്ക് നിങ്ങൾക്ക് 2ആക്കുമാണ്. എനിക്ക് മനസ്സിലായി എന്താണ് സംഗതി. എൻ്റെ ഒതുവിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, എൻ്റെ ഒതുവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം തൊട്ട് അത് തിരുത്തിക്കോളാം. നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ മനുഷ്യൻ പോയി. ഇതാ ദഅവത്തിന്റെ രീതി. ഇതാണ് ദഅവത്തിന്റെ രീതി. അല്ലാതെ തർക്കിക്കാൻ പോയിട്ട് വാട്സപ്പിലൊക്കെ സുബ്ഹാനല്ലാഹ്. ഞാൻ ഇപ്പം വാട്സപ്പ് ക്യാൻസലാക്കി. എന്താ പറയുക, പേഴ്സണൽ മെസ്സേജ് വരും, ഇവിടെ കയറി അവിടെ ഫൈറ്റിംഗ് നടക്കുന്നുണ്ട്, ഭയങ്കര ജോറിലാണ്, പെട്ടെന്ന് ആരോട് സഹോദരങ്ങൾ? ഷഹാദത്ത് നെഞ്ചിലേറ്റിയ മുസ്ലിങ്ങളോടോ? അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. എന്തായാലും മുസ്ലിം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകളല്ലേ, അവരോടൊരു ബഹുമാനം വേണ്ടേ സഹോദരങ്ങളെ? AP ആയാലും ആരായാലും, മീക്ക ആയാലും ഏത് വിഭാഗക്കാരായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളല്ലേ. അവരോട് ഉള്ളിന്റെ ഉള്ളിൽ ഒരു മുഹബ്ബത്ത്, ഒരു സ്നേഹം, ഒരു ഗുണകാംക്ഷ, അവർക്ക് ആദർശം സ്വീകരിക്കാൻ കഴിയണം. നമ്മുടെ നാട്ടില് ഒരു ദാവത്തിന് പോക്കെന്ന് പറഞ്ഞാൽ എന്താ? തർക്കിക്കുക. എന്താ പറയാ, അമീറായിട്ടുള്ള ആളുകൾ തർക്കിക്കാൻ അറിയുന്നവന് ദാവത്തിന് പോയ ഖിയാമത്ത് നാൾ വരെ നന്നാവില്ല പ്രബോധിത സമുദായം. ഓൻ അതിനാണ് നോക്കുക. ഓന് കൂടക്കുന്ന ആളുകൾക്ക് ഞാൻ ഭയങ്കര ആലിമാണ്, തർക്കിയാണ് നമ്മുടെ നാട്ടിലെ ആലിമുകൾ അല്ലേ. ഞാൻ നല്ല ആലിമാണെന്ന് എന്റെ പേര് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവൻ ഏതറ്റം വരെയും പോകും. എന്നാലോ ഈ പാപം കേൾക്കുന്ന ആൾ ചിലപ്പോൾ അറിവില്ലാത്ത ആളുകളായിരിക്കും. അയാൾ ഒരിക്കലും പിന്നെ ആ സംഗതി ചിന്തിക്കൂല, ഇങ്ങോട്ട് അടുക്കൂല. സഹോദരങ്ങളെ, ദാവത്തിന് വേണ്ടത് നമ്മൾ തോറ്റു കൊടുത്താൽ കുറച്ച് ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ നമ്മൾ തോൽക്കുക.
നമ്മൾ തോറ്റ പോലെ കാണിക്കാം. എന്നാലുണ്ടല്ലോ ഈ മനുഷ്യൻ മാറും. അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. ചുങ്കത്തറ ഭാഗത്തൊക്കെ മാഷാ അല്ലാഹ് പിന്നെ ഒരു ദിഷണാശേഷിയോടുകൂടി ദാവത്ത് നടത്താൻ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവരുടെ രീതി ഇതാണ്, അവര് സംഗതികൾ പറഞ്ഞു കൊടുക്കും. തർക്കിക്കാൻ വന്നാൽ അവർ തോറ്റു കൊടുക്കും. ആരുടെയൊക്കെ മുന്നിൽ തോറ്റിട്ടുണ്ടോ അവരൊക്കെ ശക്തരായ സെൽഫി പ്രവർത്തകന്മാരെ മാറിയിട്ടുണ്ട്. കാരണം ഈ തോറ്റു എന്ന് കണ്ടു കഴിഞ്ഞാൽ പടച്ചോനെ അവരോട് പറഞ്ഞത് കുറച്ച് ഓവർ എന്നൊരു ചിന്ത ഉണ്ടാവും. അവരോട് പറഞ്ഞത് കുറച്ച് ഓവറായി പോയല്ലോ, അല്ലെങ്കിൽ ആ കുട്ടികൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവുമോ, എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടാവോ എന്നൊരു ചിന്ത ഈ പ്രബോധ സമുദായത്തിൽ ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ പറയാറിയോ, എന്ത് വൃത്തിയിട്ട സംസ്കാരം ഉണ്ടോ അത്, ഏത് വീട്ടിൽ നിന്നാണ്, ഏത് ഉമ്മാന്റെയും പാപ്പാന്റെയും മക്കളാണ്ടോ അത് എന്നൊക്കെ പറഞ്ഞ് പഴിക്കാണ് ചെയ്യുക. അതുണ്ടാവരുത്. അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നാം സൂക്ഷിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ ഇടയിലുള്ള പല ആളുകൾക്കും ബാധിച്ചിട്ടുള്ള ഒരു ജ്വരമാണ് സെൽഫി ജ്വരം. അത് ഈ റമദാനോട് കൂടി ഒഴിവാക്കാൻ ശ്രമിക്കുക ദയവ് ചെയ്ത്. FB പോയി തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തിട്ട് വീട്ടിലേക്ക് പോയി FB തുറന്നു കഴിഞ്ഞാൽ 2-3 ടാഗ് ഉണ്ടാവും. എന്താ ടാഗ് എന്നറിയാം? പരിപാടിന്റെ അന്നത്തെ ഇങ്ങനെ നിന്ന ഫോട്ടോ, ഇങ്ങനെ നിന്ന ഫോട്ടോ, ഇങ്ങനെ. സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്തോളൂ. അതിന് ഹറാമോ ഹലാലോ വിധി എനിക്കറിയില്ല, പക്ഷെ അതിന് പുണ്യല്ല, നന്മയുള്ള സംഗതി ഒന്നുമില്ല. സെൽഫി ജ്വരം മൂത്തിട്ട് യുവാക്കൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. പല്ല് വെക്കുമ്പോൾ സെൽഫി, ബാത്റൂമിൽ പോകുമ്പോൾ സെൽഫി, തിന്നുമ്പോൾ സെൽഫി, ചവക്കുമ്പോൾ സെൽഫി, നടക്കുമ്പോൾ സെൽഫി. കഅബ ഷരീഫിന്റെ പരിസരത്ത് തവാഫ് ചെയ്യുമ്പോൾ പോലും ഓരോ ആണും പെണ്ണും പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ എടുക്കുക. എന്തൊരു ഭ്രാന്താണ്. വത്തറന്നാസ സുഖാറ വമാ ഹും ബിസുഖാറ. ജനങ്ങളെ നിങ്ങൾക്ക് മത്ത് ബാധിച്ചവരായി കാണാം, എന്നാൽ അവർ മത്ത് ബാധിച്ചവരല്ല. വലാകിന്ന അസാബല്ലാഹി ശദീദ്. അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ് എന്ന കൂട്ടത്തിൽ നമ്മൾ പെടരുത് സഹോദരങ്ങൾ. ഫോട്ടോ ആവശ്യത്തിനുള്ളതാണ്, ആവശ്യത്തിനെടുത്തോളൂ, പക്ഷേ ഇതൊരു ജ്വരമായി മാറരുത്. അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെയും അതുപോലെ ആലിമികളുടെയും ഫോട്ടോ എടുത്തിട്ട് ധീരസിംഹം. എന്തിനാ? അതാ പണ്ഡിതന്മാർക്ക് വരെ ഇഷ്ടമല്ല. അക്ബർ ഖാന്റെ ഫോട്ടോ പ്രൊഫൈൽ പിക് ആയിട്ട് വെച്ച് എത്ര പ്രവർത്തകരുണ്ടെന്ന് അറിയോ? അക്ബർ ഖാനോട് നിങ്ങളൊന്ന് ചോദിച്ചു, ചൂടാവത്തെ? അങ്ങനെയൊക്കെ നമ്മളെ ആദർശതാണോ? അക്ബർ ഖാൻ സാക്കിർ നായിക്കിന്റെ ഒക്കെ ഫോട്ടോ പ്രൊഫൈൽ പിക് ആയിട്ട് വെക്കുക, അവരുടെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ. അതൊന്നും സഹോദരങ്ങളെ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അതൊന്നും ഇസ്ലാമിൽ എന്തെങ്കിലും ഗുണമുള്ള സംഗതിയല്ല. അതിനൊന്നും ആദർശത്തിന്റെ മേമ്പൊടി ഇട്ടിട്ട് നിങ്ങൾ അതിനെ മാർക്കറ്റ് ചെയ്യരുത് ദയവ് ചെയ്ത്. അതൊക്കെ ആവശ്യത്തിൽ ഒതുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. തെറ്റാണെങ്കിൽ അത് ഏതറ്റം വരെയും പോയി ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ പരിശുദ്ധ റമദാൻ മാസം ആ ഖുർആനുമായി അടുക്കാനും ആ ഖുർആൻ ആയിത്തീരാനും നമ്മൾ ഏവരും ശ്രമിക്കുക. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ അതുപോലെ പകർത്താനും ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. സാമ്പത്തിക മേഖലകളിലും സാമൂഹ്യ മേഖലകളിലും കുടുംബ ജീവിതത്തിലും വൈയക്തികമായ മേഖലകളിലും നിന്റെ പരിശുദ്ധ ഖുർആൻ ജീവിക്കുന്ന മാതൃകകളാക്കി ഞങ്ങളെ നീ മാറ്റണേ അല്ലാഹുവേ. ഈ ഖുർആൻ അവതരിപ്പിച്ച മാസത്തിൽ തന്നെ ആ ഖുർആനിനെ മനസ്സാ വാച കർമ്മണ വാരിപ്പണരുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. റമദാൻ മാസത്തെ എത്രയും പെട്ടെന്ന് ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ റമദാൻ മാസത്തെ എത്രയും പെട്ടെന്ന് ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ റമദാൻ മാസത്തെ എത്രയും പെട്ടെന്ന് ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ ആ മാസം ഞങ്ങളിൽ നിന്ന് വിട പറയുന്നതിന്റെ മുന്നേ റബ്ബേ, സകല പാപങ്ങളും കഴുകിക്കളയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله عليه وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.